ഇനി വേണ്ട വിട്ടുവീഴ്ച എന്ന പേരിൽ സംസ്ഥാന സർക്കാരിന്റെ വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഗർഭഛിദ്രത്തെ പരസ്യമായി പിന്തുണയ്ക്കുന്ന ഒരു നിലപാടെടുത്തത് ഈ ദിവസങ്ങളിൽ വലിയ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും തിരികൊളുത്തിയിരിക്കുകയാണ്. ഉദാരതാവാദം അഥവാ ലിബറലിസ്റ്റ് ഐഡിയോളജിയെ സ്വാഗതം ചെയ്യുന്ന ലോകമാസകരമുള്ള ഒരു പ്രവണതയുടെ ഒരു ഉദാഹരണം മാത്രമാണോ ഇത്തരം ആശയങ്ങളുടെ പ്രചരണം? അവയ്ക്ക് ഈ സമൂഹത്തിൽ നിൽക്കുന്ന സ്വീകാര്യത എന്ന ചോദ്യവും ഈ നിമിഷങ്ങളിൽ വർദ്ധിച്ചു വരികയാണ്. ഈ വിഷയമാണ് ഇന്ന് ഷെക്കൈന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു അധ്യാപിക ഡോക്ടർ മേരി റെജീന, സാമൂഹ്യ നിരീക്ഷകൻ ഡോക്ടർ ചാക്കോ കളാമ്പറമ്പിൽ, കോളമിസ്റ്റ് ശ്രീ നിർമ്മൽ എബ്രാഹിം. മൂന്ന് പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ഡോക്ടർ മേരി റെജീന, കഴിഞ്ഞ ദിവസം ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങേരെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. അതായത് ഗർഭം ധരിച്ചിരിക്കുന്ന ഒരു സ്ത്രീക്ക് അവർ വിവാഹിതയായാലും അവിവാഹിതയായാലും ഗർഭം നിലനിർത്തണോ അതോ ഗർഭചിത്രം ചെയ്യണോ തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് എന്ന ഒരു ആശയം അത് വളരെ വളരെ സ്പഷ്ടമായ രീതിയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സർക്കാരിൻ്റെ തന്നെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ പേജിൽ പ്രസിദ്ധീകരിക്കുകയാണ്. വലിയ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒക്കെ ഇത് വഴിതെളിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഇത്തരം ആശയ പ്രചരണങ്ങളെ, അത് സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെ അങ്ങ് നോക്കിക്കാണുന്നത്? മിസ്റ്റർ നിതിൻ, ഇത് എന്താണ് ഇതിലെ ആശയം എന്ന് പറയുന്നതെന്നാണ് ഒരു ചോദ്യം. തീർച്ചയായിട്ടും ഒരു അമ്മയുടെ ഉദരത്തിൽ വസിക്കുന്ന ഒരു ജീവനെ നശിപ്പിക്കുക എന്നുള്ളത് ആ കുഞ്ഞിൻ്റെ തീരുമാനമല്ല, അമ്മയുടെ തന്നെ തീരുമാനം. സ്ത്രീ എഴുതി കൊടുത്ത് ഒപ്പിട്ടാൽ മാത്രമേ എല്ലായിടത്തും അത് നടക്കൂ. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. പക്ഷെ നശിപ്പിക്കുന്നത് ഒരു ജീവനെയാണ്. ആ ജീവനെ നശിപ്പിക്കുന്നത് എന്തായാലും തെറ്റാണ്. മെഡിക്കൽ സയൻസ് പോലും അസാധാരണമായ സാഹചര്യങ്ങളിൽ, ഇനി അമ്മയുടെ ജീവന് ഒരു ഭീഷണി ഉണ്ടെങ്കിൽ, അല്ലെ പ്രത്യേകമായ സാഹചര്യങ്ങളിൽ എന്തെങ്കിലും വൈകല്യങ്ങൾ, അസുഖങ്ങൾ, അങ്ങനെയാണ് ഇത്രയും കാലം നമ്മൾ ഈ അബോർഷനുമായിട്ട് കേട്ടിരുന്നത്. പിന്നെ റേപ്പ് വിക്ടിംസ് ആയിട്ടുള്ള പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ, ഇങ്ങനെയുള്ളവരുടെ ഒരു ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുവാൻ, ഇല്ലെങ്കിൽ അങ്ങനെ അത് തന്നെ വളരെ ആ ലൈൻ വളരെ തിന്നാണ്. ശരിയും തെറ്റും തമ്മിലുള്ള ലൈൻ വളരെ തിന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകമാസകലം ഈ ഒരു അബോർഷൻ എന്നുള്ള വിഷയത്തിൽ ഒരുപാട് വാദപ്രതിവാദങ്ങളും ലീഗൽ ഇഷ്യൂസും പൊളിറ്റിക്കൽ ഇഷ്യൂസും ഒക്കെ ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്കറിയാം. പക്ഷെ കേരളത്തിൽ ഇപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനൊരു പ്രചാരം? ഇനി വിട്ടുവീഴ്ച വേണ്ടെന്ന് ചോദിച്ചാൽ ആർക്കാണ് വിട്ടുവീഴ്ച ഇപ്പം ലഭിക്കുന്നത്? അപ്പോൾ അമ്മമാരുടെ സ്വാതന്ത്ര്യത്തിൽ, അത് വിവാഹിതയായാലും അവിവാഹിതയായാലും എന്നൊക്കെ പറഞ്ഞാൽ ആ ഓരോ വാക്കുകളും നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഏത് തരം ആക്ടിവിസത്തിലേക്കാണ്, ഐഡിയോളജിയിലേക്കാണ്? ഇത് ആരെയും സ്വാതന്ത്ര്യ തിരിച്ചു കൊടുക്കലല്ല, ഇതൊരു നവോത്ഥാനമല്ല. ഇതൊക്കെ അതാണെന്ന് പ്രചരിപ്പിക്കുന്ന ഒരു ദുരുദ്ദേശം ഇതിന്റെ പിന്നിൽ എന്തായാലും ഉണ്ട്. പറയുന്ന ഒരു റീസൺ എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ അടുത്ത കാലത്ത് പാസ്സാക്കിയ ആ ബില്ലിനെ ആസ്പദമാക്കിയെന്നാണ് ഇവരുടെ ഒരു വാദം. അത് അവർ ജനങ്ങളിലേക്ക് പോപ്പുലറൈസ് ചെയ്യുക എന്ന ഉത്തരവാദിത്തമാണെന്നാണ് അവർ പറയുന്നത്. വാദമാണെങ്കിലും ഒരു ജീവനെ നശിപ്പിക്കല് അത് വളരെ റെസ്പോൺസിബിൾ ആയിട്ട് ഒരു സ്ത്രീ എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അതിനെന്തിനാണ് ഇങ്ങനെ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള വലിയ പ്രചാരണ പരിപാടികൾ എടുക്കേണ്ടത്? അവരുടെ ഉത്തരവാദിത്വത്തിൽ ഉള്ളതാണ് ആ കുഞ്ഞിൻ്റെ ജീവൻ, ആ സ്ത്രീയുടെ ഉത്തരവാദിത്തത്തിൽ. ഇല്ലെങ്കിൽ നല്ല ബുദ്ധിയില്ലാത്ത ഒരു സ്ത്രീയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. അവിടെയാണ് വിവാഹിതയായാലും അവിവാഹിതയായാലും എന്നൊക്കെ പറയുമ്പോൾ അത് മറ്റൊരു തലത്തും കൂടെ, സമൂഹത്തിലെ സ്വഭാവത്തിൻ്റെ മറ്റൊരു തലത്തെ കൂടെ സൂചിപ്പിക്കുന്നു. ഇവിടെ എങ്ങനെയാണ് ഒരു കുഞ്ഞ് ജനിക്കുക? ലൈംഗിക ബന്ധത്തിലൂടെയാണ്, സെക്സിലൂടെയാണ്. അപ്പോൾ ഒരു ഉത്തരവാദിത്തപൂർണ്ണമല്ലാത്ത ലൈംഗിക ബന്ധങ്ങൾ, വിവാഹേതര ബന്ധങ്ങൾ, വിവാഹപൂർവ്വ ബന്ധങ്ങൾ, ഇല്ലെങ്കിൽ അവർക്ക് സ്വയം അവർ തന്നെ ഒരു ജീവന്റെ വില കൽപ്പിക്കാതെ ഇല്ല ഇങ്ങനെ സംഭവിക്കും എന്നുള്ളത് എല്ലാ സ്ത്രീകൾക്കും അറിയുമല്ലോ. പ്രായപൂർത്തിയായ ഒരുവിധം ബുദ്ധിയും ബോധവുമുള്ള സ്ത്രീകൾക്കറിയാം. അപ്പോൾ അവിടെ ഒരു ജീവനെ നശിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാവുന്ന പലതരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളെയും കൂടി ഇത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം നിലനിൽക്കുന്നു. അത്തരം
ചിന്തകൾ തന്നെ പ്രതിഷേധിക്കപ്പെടേണ്ടതാണ് എന്ന നിലപാടാണ് ഡോക്ടർ മേരി റെജീന ഇവിടെ പങ്കുവച്ചത്. ഡോക്ടർ ചാക്കോ കളാമ്പറമ്പിൽ, ഇവിടെ ഈ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബില്ല്, അതിന് സംസ്ഥാന സർക്കാർ നൽകുന്ന പരസ്യം, ഇതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും ക്രൈസ്തവ മൂല്യങ്ങളുമായി യാതൊരു തരത്തിലും, ക്രൈസ്തവ മൂല്യങ്ങൾ എന്നതിനപ്പുറം മാനവിക മൂല്യങ്ങൾക്ക് ഒരിക്കലും യോജിച്ചു പോകാത്ത ആശയങ്ങൾക്ക് ഇങ്ങനെ വലിയ സ്വീകാര്യത ലോകരാഷ്ട്രങ്ങളിൽ ഏറി വരികയാണ്? അതിന് പ്രതിഫലനമായിട്ട് ആകാം ഒരുപക്ഷെ നമ്മൾ ഇതിനെ നോക്കിക്കാണേണ്ടത്. എന്തുകൊണ്ടായിരിക്കാം ഇത്തരം ആനന്ദങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ മൂല്യങ്ങളുമായിട്ട് ചേർന്ന് പോകാത്ത ആനന്ദങ്ങൾ, ചിന്തകൾ ഇവിടെ നിയമവിധേയമാക്കുന്ന ഒരു തരംഗം, ആ ഒരു വേവ് എന്തുകൊണ്ടായിരിക്കും ലോകരാഷ്ട്രങ്ങളിൽ ഉണ്ടാകുന്നത്? ഇത്തരം വേവ് അങ്ങനെ ആശങ്കപ്പെടുത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും ഏതൊരു സമൂഹത്തിന്റെയും അവിഭാജ്യ ഘടകമാണ് വ്യക്തികൾ. എന്നാൽ വ്യക്തി സമൂഹത്തിലെ ഒരു ചെറിയ കണിക മാത്രമാണ്. അനേകം കണികകൾ ചേർന്നുകൊണ്ടാണ് നമ്മുടെ സമൂഹം രൂപപ്പെടുന്നത്. അപ്പോൾ മാത്രമേ സമൂഹം ശക്തി ആർജിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഇഷ്ടമുള്ളത് എന്തും ചെയ്യാനുള്ള അവകാശത്തിനല്ല വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഒരുപാട് നിബന്ധനകൾ ഉണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും പല നിബന്ധനകളുണ്ട്. ഉദാഹരണത്തിന്, ഈ പല നിയമങ്ങൾക്കും വിധേയരാകേണ്ടത്, അല്ലെ പല വ്യക്തികൾക്കും വിധേയരാകേണ്ടത് ഒരു സമൂഹത്തിന്റെയും വ്യക്തികളുടെയും നന്മയ്ക്ക് അടിയന്തരമായിട്ട് ആവശ്യമുള്ള കാര്യമാണ്. നാം നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിനെ പലപ്പോഴും വളച്ചൊടിക്കുന്നു, അല്ലെങ്കിൽ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നുള്ള അവിടുത്തെ പ്രശ്നം. ഇപ്പൊ കോവിഡ് പശ്ചാത്തലം എടുക്കുക, ഞാൻ ഉദാഹരണം ഉദ്ദേശിക്കുക. മാസ്ക് ഇടണം, ഗ്യാപ്പ് ഇടണം, അതുപോലെ ഹാൻഡ് സാനിറ്റൈസേഷൻ വേണം, അല്ലെ ഹാൻഡ് കൈ കഴുകണം എന്ന് പറയും. ഇത് നമ്മുടെ സ്വാതന്ത്ര്യത്തിലുള്ള കടന്നുകയറ്റമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ അത് അന്തർചിതനം ഉണ്ടാക്കും, അസ്വസ്ഥത ഉണ്ടാക്കും, അനാർക്കി ഉണ്ടാക്കും. ഒരു ശിശു ജനിക്കുന്നത് നഗ്നനായിട്ടാണ്, അതുകൊണ്ട് ഞാൻ ജീവിതകാലം മുഴുവൻ നഗ്നനായിട്ട് ജീവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമൂഹത്തിന്റെ കാഴ്ചപ്പാടിന് ചേരാത്തത്. നമ്മൾ അവിടെ നിബന്ധനകള് പാലിക്കേണ്ടതായിട്ട് വരും. മാനസികാസ്വാസ്ഥ്യമുള്ള ആളുകൾ, അല്ലെങ്കിൽ മാറാവ്യാധിയുള്ള ആളുകൾ, അവരെ മാറ്റിപ്പാർപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അവരുടെ സ്വാതന്ത്ര്യത്തെ മാനിച്ച് അവരെ അഴിച്ചുവിടണം എന്ന് പറയുമ്പോൾ അത് സമൂഹത്തിന് അന്തർചിതനം ഉണ്ടാക്കും, അസ്വസ്ഥത ഉണ്ടാക്കും. അപ്പൊ സമൂഹത്തിന്റെയും വ്യക്തികളുടെയും നന്മയ്ക്ക് വേണ്ടി ചെയ്യേണ്ട പല കാര്യങ്ങളും വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇതുപോലുള്ള കടന്നുകയറ്റങ്ങൾ, ഒരു സത്യാനന്തര യുഗം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം ഈ കാലഘട്ടത്തെ പ്രത്യേകിച്ചും. തിന്മയെ നന്മയായി, നന്മയെ തിന്മയായി ചിത്രീകരിക്കുന്ന ഒരു സത്യാനന്തര യുഗത്തില് ഇങ്ങനെയുള്ള വലിയ പ്രക്ഷോഭങ്ങളും ആശയങ്ങളും അത് സമൂഹത്തിന് ഒരു വിധത്തിലെങ്കിൽ മറ്റൊരു നാശകാരണമായി തീരുന്ന, അതിന്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന, ഒരു രാജ്യത്തിന്റെ തന്നെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന വിധത്തിലുള്ള അവസ്ഥകളിലേക്ക് മാറുന്നതിൽ ഒരു വലിയ ഗ്രൂപ്പ് സമൂഹത്തിൽ വളർന്നു വരുന്നു. അതിന്റെ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ അവർ വിവക്ഷിക്കുന്ന സ്വാർത്ഥതയാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അത് തന്നെയാണ് മറ്റുള്ളവരൊന്നും വേണ്ട, ഞാൻ മാത്രം മതി ഇവിടെ. എന്റെ സുഖലോലുപതയുടെയോ എന്റെ സ്വാർത്ഥതയുടെ ഫലമായി ഉണ്ടാകുന്നത് എന്റെ സൗകര്യങ്ങളെയും എന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണെങ്കിൽ അതിനെയൊക്കെ നശിപ്പിക്കുന്നത് തെറ്റില്ല എന്ന് ചിന്തിക്കുന്ന ഒരു തെറ്റായ കാഴ്ചപ്പാട്, ഒരു തിന്മ, അത് സമൂഹത്തിൽ പടർന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഇത് കാണുന്നത്. വ്യക്തമാണ്. ശ്രീ നിർമ്മൽ എബ്രഹാം, അന്താരാഷ്ട്ര വിഷയങ്ങളിലൊക്കെ വലിയ ഇടപെടലുകൾ, ആ വിഷയങ്ങളൊക്കെ എഴുതുകയും ചർച്ചയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ശ്രീ നിർമ്മൽ എബ്രഹാം. എങ്ങനെയാണ് അങ്ങ് ഈ വിഷയത്തിൽ നോക്കിക്കാണുന്നത്? പ്രത്യേകിച്ച് വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഡെഫിനേഷൻ തന്നെ പലപ്പോഴും ഒരു ആശങ്കകൾക്ക്, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷന് വഴിതെളിച്ചിട്ടുണ്ടാകാം. നമുക്ക് തന്നെ അറിയാം, ഈ US ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് അനുഭാവികളുടെ ട്വീറ്റുകൾ ഇവിടെ സെൻസർ ചെയ്യപ്പെടുന്നു. എന്നാൽ മറുഭാഗത്തിന്റെ ട്വീറ്റുകൾ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു. ട്വിറ്റർ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ എന്നൊരു വലിയ വിവാദം ആ സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് ആരുടെ ഫ്രീഡമാണ് ശരിക്കും സംരക്ഷിക്കപ്പെടുന്നത്? ആർക്കാണ് ശരിക്കും ഇവിടെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളത്? അല്ലെങ്കിൽ ഈ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് ഒരു ബയസ്ഡ് ആയിട്ട് അങ്ങേക്ക് തോന്നിയിട്ടുണ്ടോ ശ്രീ നിർമ്മൽ? നല്ലൊരു പോയിന്റ് ആണ് നിതിൻ ഉന്നയിച്ചത്. അതായത് ഫ്രീ സ്പീച്ച് എന്ന് പറഞ്ഞ അതിന്റെ ടെക്സ്റ്റ് ബുക്ക് ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതായത് സെൻസർ ചെയ്യപ്പെടാതെയോ റിസ്ട്രൈൻഡ് ഇല്ലാതെയോ തുറന്ന് സംസാരിക്കാനുള്ള അവകാശമാണ് ഫ്രീ സ്പീച്ച്. അങ്ങനെയെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുന്നു ഞാൻ തീർച്ചയായും. പക്ഷേ നിതിൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഡൊണാൾഡ് ട്രംപിന്റെ കേസിൽ മാത്രമല്ല, പല കൺസർവേറ്റീവ് അല്ലെങ്കിൽ റിലീജിയസ് ഐഡിയോളജീസ് വരുമ്പോഴത്തേക്കും അതിനെ സെൻസർ ചെയ്യുകയും എന്നാൽ ലിബറൽ പ്രോഗ്രസീവ് ഐഡിയോളജീസ് വരുമ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ് ഫ്രീ സ്പീച്ച് ഇന്നത്തെ. അങ്ങനെ ഞാൻ പറയാൻ കാരണം പലതുണ്ട്. ഒന്ന്,
ഡെന്നിസ് പ്രൈഗർ, നിങ്ങൾക്ക് എല്ലാം തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അദ്ദേഹത്തിന്റെ ഒരു പേജ്, പ്രൈഗർ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ ഒരു പേജ് അദ്ദേഹം റൺ ചെയ്യുന്നുണ്ട്. ആ പേജിൽ പലപ്പോഴും കൺസർവേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ്, അതായത് 10 കമാൻഡ്മെന്റ്സ്, ഡേറ്റിംഗ് ആപ്സ് നമ്മുടെ യുവാക്കളെ എങ്ങനെ നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ ആൽക്കഹോളിസം, ഡ്രഗ്സിന്റെ ഉപയോഗം എങ്ങനെ നശിപ്പിക്കുന്നു, ഇത്തരത്തിലുള്ള കൺസർവേറ്റീവ് ആയിട്ടുള്ള വ്യൂ പോയിന്റ്സ് ആണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അത്തരത്തിലുള്ള വീഡിയോസ്, ഒരു ഉദാഹരണം പറഞ്ഞാൽ 10 കമാൻഡ്മെന്റ്സിലെ ഇപ്പൊ വ്യഭിചരിക്കരുത്, അല്ലെങ്കിൽ കൊലപാതകം ചെയ്യരുത്, കള്ളം പറയരുത്, ഇങ്ങനെ തുടങ്ങിയ വീഡിയോസ് ഒക്കെ സെൻസർ ചെയ്യുക അല്ലെങ്കിൽ റെസ്ട്രിക്ട് ചെയ്യുക. എന്നാൽ അതേ സമയത്ത് തന്നെ കാർഡി ബി എന്ന് പറയുന്ന പോപ്പ് സ്റ്റാറിന്റെ സ്ത്രീകളുടെ പ്രൈവറ്റ് പാർട്സിനെ കുറിച്ച് മാത്രം 5 മിനിറ്റ് ഉടനീളം സ്ത്രീകളുടെ പ്രൈവറ്റ് പാർട്സിനെ കുറിച്ചും, അതിൽ ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അത്ര മോശമായ ഒരു ഗാനമാണ്. ആ ഒരു ഗാനത്തെ ഏജ് റെസ്ട്രിക്റ്റ് പോലും യൂട്യൂബ് ചെയ്തിട്ടില്ല എന്നുള്ളത് അതിശയകരമാണ്. കാരണം നിങ്ങൾക്ക് തന്നെ കണ്ടു നോക്കാം, ഒരു പക്ഷേ ഗാനം മറ്റൊരാളുടെ മുന്നിൽ നിന്ന് കാണാൻ നിങ്ങൾ ഒരു പക്ഷെ ഭയപ്പെട്ടേക്കും. അത്ര അശ്ലീലപരമായ ലാംഗ്വേജും ഗ്രാഫിക് ആയിട്ടുള്ള വിഷ്വൽസും ഉള്ള ഒരു ഗാനമാണ്. അപ്പൊ അതിനെ പ്രൊമോട്ട് ചെയ്യുകയും അതിനെ റെസ്ട്രിക്ട് ചെയ്യാതിരിക്കുക, അതേസമയം 10 കമാൻഡ്മെന്റ്സിനെ റെസ്ട്രിക്ട് ചെയ്യുകയും ചെയ്യുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. അത് ഒരു കേസ് മാത്രമല്ല. എയ്മി കോണി ബാരറ്റ്, ഇപ്പം നിതിൻ ചൂണ്ടിക്കാട്ടി ട്രംപിന്റെ സമയത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ. എയ്മി കോണി ബാരറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US സുപ്രീം കോടതി ജസ്റ്റിസ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം തന്നെ ഇപ്പൊ 7 കുട്ടികളുടെ അമ്മയാണ്. പല വർഷങ്ങളും ഇപ്പൊ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തു, അതിനുശേഷം ഇപ്പൊ ജസ്റ്റിസ് ആയി. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ജഡ്ജിയായിട്ട് അവിടെ കയറിയ സമയത്ത് പോലും അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ വന്നു. അപ്പോൾ അതിലൊരു ആരോപണമായിരുന്നു, ഇദ്ദേഹത്തെ 7 കുട്ടികളുണ്ടല്ലോ, ഇവർക്ക് നാണമില്ലേ, ഇവര് മലവിസർജനം നടത്തുന്നത് പോലെയാണോ കുട്ടികളെ ഉണ്ടാക്കുന്നത് എന്ന് ലിബറൽ ഓതേഴ്സ് പലരും ട്വിറ്ററിൽ എഴുതി. അതിനെ ഹെയ്റ്റ് സ്പീച്ച് ആയിട്ട് ട്വിറ്റർ കണക്കാക്കിയില്ല. എന്നാൽ അതേ ട്വിറ്റർ തന്നെ അബോർഷൻ തെറ്റാണ്, കുട്ടികളെ കൊല്ലുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് US സെനറ്ററായ മാർഷ ബ്ലാക്ക്ബേണിന്റെ വീഡിയോ എടുത്ത് കളഞ്ഞതിന് അവർ കാരണം പറഞ്ഞ ഇതാണ്, ഇത് ചിലരുടെ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്യും, ഇത് വയലൻസ് ഇൻസൈറ്റ്, അതുകൊണ്ട് ഞങ്ങൾ ഇത് റിമൂവ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കാൻഡസ് ഓവൻസിന്റെ കേസ് എടുക്കുക. അതുപോലെ ഞാനിപ്പോൾ കയ്യിൽ ഒരു പുസ്തകം വെച്ചിട്ടുണ്ട്, ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് 12 റൂൾസ് ഫോർ ലൈഫ്, ജോർഡൻ പീറ്റേഴ്സൺ എന്ന് പറഞ്ഞ ഒരു കനേഡിയൻ പ്രൊഫസറിന്റെ പുസ്തകമാണ്. ഇതിന്റെ രണ്ടാമത്തെ വേർഷൻ 12 മോർ റൂൾസ് ഫോർ ലൈഫ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ വേർഷൻ ഇറങ്ങിയതിനെതിരെ വലിയ പ്രൊട്ടസ്റ്റുകൾ ലിബറൽ ഗ്രൂപ്പ്സ് നടത്തിയിരുന്നു. അപ്പം ഈ പുസ്തകത്തിന്റെ കണ്ടന്റ് ഇത്രേ ഉള്ളൂ. 12 റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള 12 റൂൾസ് ആണ് അദ്ദേഹം തന്നിരിക്കുന്നത്. അതിലൊന്നാണ് കള്ളം പറയരുത്, റിലേഷൻഷിപ്സിൽ കമ്മിറ്റ്മെന്റ് കാണണം, അതുപോലെ തന്നെ തെറ്റ് ചെയ്യാതെ എങ്ങനെ ജീവിക്കാൻ സാധിക്കും, ഇത്തരത്തിലുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഈ ഒരു പുസ്തകത്തെ എന്തിനെ സെൻസർ ചെയ്യാൻ ശ്രമിക്കുന്നു? അതേസമയം തന്നെ ഇപ്പം കൺസർവേറ്റീവ് കൊമേഡിയൻസിന്റെ കേസ് എടുക്കാം. താങ്കൾ ട്രംപിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ, ട്രംപിനെ ഒരു വശത്ത് കഴിഞ്ഞ 4 വർഷം അല്ലെ 4.5 വർഷമായിട്ട് അദ്ദേഹത്തെ ഒരുപാട് വിമർശിക്കുകയുണ്ടായി അവരുടെ ഇപ്പം ലിബറൽ ആയിട്ടുള്ള കൊമേഡിയൻസ്. എന്നാൽ ഒരു കൺസർവേറ്റീവ് കൊമേഡിയൻ ജോ ബൈഡനെ വിമർശിച്ചുകൊണ്ടൊരു വീഡിയോ ഇട്ടപ്പോൾ അതിനെ സെൻസർ ചെയ്യുകയാണ് യൂട്യൂബ് ചെയ്തത്. സോ ഇത്തരത്തിലുള്ള ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് കാണുമ്പോൾ ഫ്രീ സ്പീച്ച് എന്നുള്ളത് ചിലർക്ക് മാത്രമായി ചുരുങ്ങി പോകുന്ന ഒരു കാര്യമാണോ എന്ന് നമ്മൾ ഈ ഫേസ്ബുക്ക് പോലുള്ള യൂട്യൂബ് പോലുള്ള ലോകം മുഴുവൻ സ്വീകാര്യതയുള്ള സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുകൾ അല്ലെങ്കിൽ ടെക് ജയൻസ് ഒക്കെ ഇത്തരം തീരുമാനം എടുക്കുന്നതിൻ്റെ ലക്ഷ്യം എന്തായിരിക്കും? അവർക്ക് എന്തെങ്കിലും ഒരു ഫണ്ടിങ് സോഴ്സ് ആയിരിക്കുമോ, അതോ അവർക്ക് ഈ പറയുന്ന ലിബറൽ ഗ്രൂപ്പുകളെ ഒന്നും എതിർക്കാനുള്ള ധൈര്യം കാണിക്കാത്തതുകൊണ്ടാണ്? ഇപ്പൊ ഇന്ത്യയിൽ പോലും ട്വിറ്റർ വലിയ പ്രതിസന്ധികളിലൂടെയാണ് പോകുന്നത്, അല്ലെങ്കിൽ സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ അടിവ് വെക്കുന്ന സാഹചര്യമുണ്ട്. അതുപോലെയുള്ള ഒരു സാഹചര്യം അന്താരാഷ്ട്ര തലത്തിൽ ഈ സോഷ്യൽ മീഡിയ കമ്പനികളുടെ ഒരു സമ്മർദ്ദത്തിൽ ആർത്തുന്നുണ്ടോ ഈ പറയുന്ന ലിബറൽ ആളുകൾ? ഇതിന്റെ ലക്ഷ്യം എന്തെന്ന് നമുക്ക് തീർച്ചയായും കൃത്യമായി പറയാൻ സാധിക്കില്ലെങ്കിലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പൊ ഫേസ്ബുക്കോ ട്വിറ്ററോ ഗൂഗിളിൽ തന്നെ ഉണ്ടായ ഒരു കാര്യം പറയാം. ജെയിംസ് ഡെമോർ എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, അദ്ദേഹം ചെറിയ പ്രായത്തിൽ തന്നെ ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഫീഡ്ബാക്ക് ഫോം ഗൂഗിൾ കൊടുക്കുകയുണ്ടായി. ഫീഡ്ബാക്ക് ഫോമിൽ ചോദിച്ചത് സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസമുണ്ടോ? അദ്ദേഹം പറഞ്ഞു സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞു. രണ്ടാമത് അദ്ദേഹം ഫീഡ്ബാക്ക് എഴുതിയ ഒരു കാര്യമാണ്, ഇപ്പൊ ഗൂഗിളിൽ ഒരു പ്രത്യേകതയുണ്ട്. ഗൂഗിളിൽ ഇപ്പൊ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള കോൺഫറൻസുകൾ, സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള എൻഗേജ്മെന്റ് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിവേഴ്സ് ഡിസ്ക്രിമിനേഷൻ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ അവസരങ്ങൾ കൊടുത്തുകൂടെ എന്ന് ചോദിച്ചതിന് അദ്ദേഹത്തെ ഗൂഗിൾ പുറത്താക്കിയാണ് ഉണ്ടായത്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ കാണുമ്പോൾ ഒരു പക്ഷെ വിശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ട് തോന്നുന്നു. എന്തുകൊണ്ടാണ് ഇപ്പൊ ഇയാള് ബേസിക്കലി പറഞ്ഞ ഇത്രയുള്ള സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസമുണ്ട്, അത് പറഞ്ഞതിനെ ഡിസ്ക്രിമിനേഷൻ ആയിട്ടും സെക്സിസമായിട്ടും ഇവർ കണക്കാക്കുന്നു, അതിന്റെ പേരിൽ ഇയാളെ പുറത്താക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടാൻ വിട്ടുപോയ ക്ലെമന്റീൻ ഫോർഡ്, ഇപ്പൊ താങ്കൾ പറഞ്ഞു എന്തുകൊണ്ടാണ് ട്വിറ്ററിന്റെ ലക്ഷ്യം എന്താണ്, ചുരുങ്ങിയ വാക്കുകൾ പറയാം. ക്ലെമന്റീൻ ഫോർഡ് എന്ന് പറയുന്ന ഒരു ഫെമിനിസ്റ്റ് ഓതർ ഉണ്ട്. അദ്ദേഹത്തിന്റെ ട്വീറ്റുകൾ ഇപ്പോഴും ട്വിറ്ററിൽ കിടപ്പുണ്ട്. അതായത് കിൽ ഓൾ മെൻ ആൻഡ് ഗ്രോസ് ആൻഡ് റേപ്പിസ്റ്റ്, കൊറോണ എന്തുകൊണ്ട് പുരുഷന്മാരെ കൊല്ലുന്നില്ല, ഇത്തരത്തിലുള്ള ട്വീറ്റുകളൊക്കെ ഇട്ടിട്ട് ട്വിറ്റർ അതിന് നേരെ കണ്ണടക്കുകയും, എന്നാൽ ജോ ബൈഡനെയോ കമല ഹാരിസിനെയോ ഒരാൾ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അത് നേരെ ഒരു കാരണവും കൊടുക്കാതെ സെൻസർ ചെയ്യുകയും ചെയ്യുന്നത് തന്നെയാണ്. മാത്രമല്ല അക്കൗണ്ട് പൂട്ടുന്ന സാഹചര്യം വരെ നമ്മൾ കണ്ടില്ലേ?
തീർച്ചയായും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്കിപ്പം ഇപ്പം ദ ഡെവിൾ ഇസ് ഇൻ ദ ഡീറ്റെയിൽ എന്ന് പറയുന്ന പോലെ കുറച്ച് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് തന്നെ മനസ്സിലാവും. അത് വ്യക്തമായിട്ട് തന്നെ അറിയാം എല്ലാവർക്കും. പക്ഷെ പലരും ഇതിനെതിരെ സംസാരിക്കാൻ പോലും ഭയപ്പെടുത്തുന്ന ഒരു കാലമാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള പല ആളുകൾക്കും അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് എന്തെങ്കിലും സാധിക്കുമോ, എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊരു ഭയം കാണും. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ അവർ സംസാരിക്കാത്തത് ഇതിനെക്കുറിച്ച്. തീർച്ചയായും. ഡോക്ടർ മേരി റെജീന, ഈ കേരളത്തിന്റെ ഒരു പ്രത്യേകിച്ച് ഒരു 7-8 വർഷമായിട്ട് കേരളത്തിൽ ഇത്തരം ലിബറൽ ഐഡിയോളജിക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്നത്, പ്രത്യേകിച്ച് മൈ ബോഡി മൈ റൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ചില സ്ത്രീപക്ഷവാദികൾ എന്ന് അവകാശപ്പെടുന്ന ചില ആളുകൾ വലിയ രീതിയിൽ അഭിപ്രായ പ്രകടനം നടത്തുന്നു. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ അത്തരത്തിലൊരു സ്ത്രീ നടത്തിയ ചില കാര്യങ്ങളൊക്കെ ഒരു കേസായി മാറുകയും അതിൽ വലിയ വിവാദം ചർച്ചയായി മാറുകയൊക്കെ ചെയ്തിട്ടുമുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഈ ഒരു സ്ത്രീ എന്ന നിലയിൽ, ഒരു അമ്മ എന്ന നിലയിൽ ഇത്തരം വാദമുഖങ്ങൾ എങ്ങനെയാണ് നോക്കി കാണുന്നത്? എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യും, എൻ്റെ സ്വാതന്ത്ര്യത്തെ കടന്നിടത്താൻ ഒരു സർക്കാരിനോ സംവിധാനങ്ങൾക്കോ നിയമങ്ങൾക്കോ ഒന്നും അതിനൊന്നും റോളില്ല എന്നും പറയുന്നു. അങ്ങനെയൊക്കെയുള്ള ഈ ഇടപെടലാണ് ഈ യുവജനങ്ങളെയൊക്കെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുമുണ്ട്. അത്തരം ആശയങ്ങളൊക്കെ എങ്ങനെയാണ് ഡോക്ടർ മേരി റെജീന ഇത്തരം നിലപാടുകളെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യം തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. എൻ്റെ ശരീരത്തിൽ ഭംഗി വയ്പ്പിക്കുകയോ എൻ്റെ മുടി എങ്ങനെ വെട്ടണം എന്നോ എന്ത് തരത്തിൽ ഞാൻ ഡ്രസ്സ് ചെയ്യണം എന്നോ ഒക്കെ തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ്. പക്ഷേ ആ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞതിനെ കുറിച്ചിട്ടാണ് എനിക്ക് തോന്നുന്നു കാളാമ്പറമ്പിൽ സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എനിക്ക് തോന്നിയാസം കാണിക്കുക എന്നുള്ളതല്ല എൻ്റെ സ്വാതന്ത്ര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ ഒറ്റപ്പെട്ട ഒരു ജീവിയല്ല, ഒരു പുഴുവിനെ പിടിച്ചു തിന്നുന്ന ഒരു ജീവിയല്ല. എൻ്റെ ഭക്ഷണം മുതൽ എൻ്റെ നിലനിൽപ്പ് എല്ലാം ഈ സമൂഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. മനുഷ്യൻ്റെ ബേസിക് സ്വഭാവം അതാണ്. നമ്മൾ ഒറ്റപ്പെട്ട ഓരോ ഐലൻഡ്സ് അല്ല. അപ്പോൾ നമ്മൾ ഈ സമൂഹം ആരാണ്? നാം ആശ്രയിക്കുന്ന കുറേ മനുഷ്യർ കൂടുന്നതാണ് ഈ സമൂഹം. ഈ ആശ്രയിക്കുന്ന സമൂഹത്തിന് ചില സ്വഭാവങ്ങൾ ഉണ്ടാകാം. ആ സ്വഭാവങ്ങൾ എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ഇപ്പോൾ ഈ സ്വഭാവം എന്ന് പറയുന്നത് ഭക്ഷണം അതിലൊരു ശീലമാണ്, വസ്ത്രധാരണം അതിൻ്റെ ഒരു ശീലമാണ്. അത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ക്ലൈമറ്റിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറയും. മണ്ണിനെ ആശ്രയിച്ചിരിക്കുന്നു, ഇവിടെ എന്ത് വിളവെടുക്കാൻ സാധിക്കുമെന്നുള്ളതിനെ. മണ്ണിനെയും കാലാവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്ന സംസ്കാരങ്ങളാണ് നമുക്കുള്ളത്. ജലമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. നമ്മളെപ്പോഴും പരിഹസിക്കാറില്ലേ, അയൽ സംസ്ഥാനങ്ങളിലെ ആൾക്കാർ കുളിക്കുന്ന കുറവാണ്, അവിടെ വെള്ളമില്ല, തല കുളിക്കണമെങ്കിൽ നല്ല ശുദ്ധമായ ജലം വേണം, അത് അവർക്ക് ലഭ്യമാവുന്ന അനുസരിച്ച് അവർ ചിലപ്പോൾ മുടി കഴുകുകയുള്ളൂ എന്നൊക്കെ. അതാ ഞാൻ പറഞ്ഞു വന്ന പല ഫാക്ടേഴ്സാണ് ആശ്രയിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ. ഈ സമൂഹത്തിൻ്റെ സ്വഭാവമാണ് നമ്മൾ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ അത് നിഷ്കർഷിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇത് തന്നെയാണ്. ഇപ്പോൾ 10 കമാൻഡ്മെൻറ്റ്സിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞപ്പോൾ ഞാനും അത് പറയണം എന്ന് ആലോചിച്ചിരിക്കും. ഇത് തന്നെയാണ് 10 കമാൻഡ്മെൻറ്റ്സ് നമ്മളോട് പറയുന്നുള്ളൂ. ഈ ഒരു സമൂഹത്തിൽ എങ്ങനെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കാം എന്നുള്ളത്. അതിന് പകരം ആ സമൂഹത്തിന് എതിരെ നടന്ന് ആളാകുക. ഈ സോഷ്യൽ മീഡിയ വന്ന ഒരു വ്യത്യാസമാണ് നിതിൻ. ഈ പ്രശസ്തിക്ക് വേണ്ടി സാധാരണഗതിയിൽ പോയാൽ പ്രശസ്തി കിട്ടില്ലല്ലോ, അപ്പോൾ വഴിവിട്ട രീതിയിൽ പ്രശസ്തിക്ക് പോവാം. അപ്പോൾ ആ സോഷ്യൽ മീഡിയയുടെ കാലത്ത് ജനിച്ച കുട്ടികളെയാണ് നിതിൻ യുവജനങ്ങൾ എന്നിപ്പോൾ പറയുന്നത്. അവരാണെങ്കിൽ ഇതാണ് അവരുടെ ഭക്ഷണം. അങ്ങനെ നോക്കിയിരുന്നിട്ടാണ് അവരും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു. അപ്പോൾ എല്ലാത്തിനോടും ഒരു റിവോൾട്ട്, അതായത് ചെറുപ്പകാലത്തിലുള്ളതാണല്ലോ, അത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലും ഉണ്ട്. മറ്റുള്ളവർ മുതിർന്നവർ പറയുന്നതിന് ഒരു എതിരഭിപ്രായം പറയാം. പക്ഷെ ഇപ്പോൾ വളരെ വയലൻ്റായിട്ട് ഉള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, ഒറ്റപ്പെട്ട സംഗതികൾ അത് നമ്മൾ കൊച്ചു കേരളത്തിൽ തന്നെ എന്തൊക്കെ സംഭവങ്ങൾ നടന്നു. ഇതിനിടയിൽ ചുംബന സമരം നടന്നു, ബോഡി ആർട്ട് നടന്നു. എന്തിനാണ് നമ്മൾ വെറുതെ ഈ സമൂഹത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്തുന്നതിന് പകരം ഒരു എതിർദിശയിൽ യാത്ര ചെയ്ത്? ഡോക്ടർ മേരി റെജീന, ഈ സമൂഹത്തിന്റെ ഒരു പോക്കിനോട് കലഹിച്ചു തന്നെയാണ് ഈ നാട്ടിൽ നവോത്ഥാന മൂല്യങ്ങളും ഒക്കെ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള എന്ന വാദവും പ്രസക്തമല്ലേ? കാരണം ഒരു കാലത്തുണ്ടായിരുന്ന സ്ത്രീകളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതും ഇത്തരത്തിലുള്ള ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ടെറിട്ടറി മാത്രമായി അവൾക്ക് അനുവദിച്ചിട്ടുണ്ട്. അതിനെയുള്ള കലഹിച്ചും മത്സരിച്ചും സമരം ചെയ്തുമൊക്കെ അല്ലേ ഒരു സ്പേസ് മേടിച്ചത്. അപ്പൊ ഇതിനെ നമുക്ക് അങ്ങനെ വിമർശിക്കാൻ പറ്റുമോ? പക്ഷെ എന്തിനോടാണ് കലഹിച്ചത്? അനാചാരങ്ങളോടും ദുരാചാരങ്ങളോടുമാണ് നമ്മൾ കലഹിച്ചത്.
അല്ല, നല്ല നടപ്പിനോടല്ല കലഹിച്ചത്. പക്ഷെ അത് ഓരോ കാലഘട്ടത്തുമായി ബന്ധപ്പെട്ടില്ല. ഇപ്പോഴത്തെ കാലത്ത് അവർ കരുതുന്നത് ഇത്തരം നിയന്ത്രണങ്ങളാണ് അവരുടെ മുമ്പിലുള്ള വെല്ലുവിളി, അതുകൊണ്ട് അതിനെ അതിജീവിക്കുന്നു. പണ്ട് കാലത്ത് ഒരു പക്ഷേ സ്ത്രീക്ക് വീടിന് മുറ്റത്തിറങ്ങുന്നതായിരിക്കാം അവരുടെ വലിയൊരു കൺസേൺ, അതിനായിരിക്കും അവർ അതിജീവിച്ചത്. അതെ, പക്ഷെ ഇപ്പോൾ ഉള്ള ഇവർക്ക് ഈ പറയുന്ന വ്യക്തി സ്വാതന്ത്ര്യമാണല്ലോ എല്ലാത്തിലും വലുത്. ഞാൻ എന്നുള്ള വാദമാണ്. ഞാൻ തീരുമാനിക്കും എൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞ നിതിൻ, അതിനൊരു അവസാനമുണ്ടോ? അതിന് ഞാൻ സ്വയം തീരുമാനിക്കാൻ പറ്റുമോ? എനിക്ക് ആവശ്യമുള്ള ഭക്ഷണം, ഞാൻ ഒരു കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ, ഞാൻ ചോദിക്കുന്ന നിങ്ങളോട് എനിക്ക് ആവശ്യമുള്ള ഭക്ഷണം മുഴുവൻ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഇവിടുത്തെ ഏതെങ്കിലും യുവജനങ്ങൾക്കുണ്ടോ? ഒരു നിസ്സാര ജോലി പോലും മേലനങ്ങി ചെയ്യാൻ ഒരുപാട് നല്ല മനുഷ്യരുണ്ട്, നല്ല കൃഷിയിൽ വ്യാപൃതരായിട്ടുള്ള യുവജനങ്ങളുണ്ട്, അവർ വരുന്നുണ്ട്. പക്ഷെ ഈ പറയുന്ന വാദങ്ങൾ അവിടെയാണ് പൊളിയുന്നത്. നമുക്ക് അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധിക്കില്ല നിതിൻ. സാധിക്കുമോ? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ സാധിക്കുമെന്ന്. അപ്പൊ നമ്മൾ കുറച്ചൊക്കെ, അതൊരു സാക്രിഫൈസ് ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ കുറച്ചൊക്കെ എല്ലാവരുമായി ചേർന്ന് പോകണം. ഞാൻ ഇന്ന് എൻ്റെ ഹസ്ബൻഡ് തന്നെ ഇട്ട ഒരു വാട്ട് ഈസ് ആങ്കർ? ഇറ്റ് ഈസ് എ പണിഷ്മെന്റ് വി ഗിവ് ടു ourselves ഫോർ സംബഡി എൽസസ് മിസ്റ്റേക്സ്. ആയിരിക്കാം മറ്റുള്ളവർ ചെയ്യുന്ന, പക്ഷെ അത് എങ്ങനെ ദേഷ്യപ്പെട്ടത് കൊണ്ട് എന്താ സംഭവിക്കുക? എൻ്റെ പ്രഷർ കൂടുകയേ ഉള്ളൂ, എൻ്റെ ആരോഗ്യം കുറയുള്ളൂ. നമ്മൾ അതിന് കലഹിക്കണം, ഒന്നിച്ച് ഐഡിയോളജീസ് നല്ലതുണ്ടാകണം, പഴയതെല്ലാം പൊളിച്ചെഴുതണം. അതുകൊണ്ട് സർവത്രവും പൊളിച്ചെഴുതി അനാചാരത്തിലേക്ക് പോകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കാനുള്ള സാഹചര്യമാണ് ഇവിടെ വേണ്ടത്. വിപ്ലവം മാത്രമായിട്ട് എവിടെ എത്തി? തീർച്ചയായും തിരിച്ചു വരാം. ഡോക്ടർ ചാക്കോ കളാമറമ്പിൽ, ഈ വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഈ ഒരു മുറവിളി അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ചില പോരാട്ടങ്ങളൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട്. മറുവശത്ത് ഈ നാട്ടിൽ സംഭവിക്കുന്ന എല്ലാം ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, ഞങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്ന നിലയിലുള്ള ഒരു മുന്നേറ്റവും മറുവശത്ത് നടക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടുവരുന്ന ഒരു വലിയ വിഭാഗം യുവജനങ്ങളെ, ടീനേജ് ആളുകളൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. നമ്മൾ ഈ പോപ്പ് കൾച്ചർ എന്ന് പറയുന്നു, അല്ലെങ്കിൽ പോപ്പ് മ്യൂസിക്, അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളുടെ ഒരു ഇടങ്ങളിൽ പോലും കയറി പറ്റുകയും ഉണ്ട്. വസ്ത്രധാരണത്തിൽ, ഭക്ഷണത്തിൽ, ഇങ്ങനെ പല മേഖലയിൽ ഇത്തരത്തിലുള്ള ഒരു കടന്നുകയറ്റം ഉണ്ടായിട്ടുമുണ്ട്. നമ്മുടെ കുടുംബങ്ങളുടെ ബലത്തെ അല്ലെങ്കിൽ അതിൻ്റെ കെട്ടുറപ്പിനെയൊക്കെ ഇത്തരം ആശയങ്ങൾ ഒരു വെല്ലുവിളിയായിട്ട് മാറുന്നതായിട്ട് അങ്ങേക്ക് തോന്നിയിട്ടുണ്ടോ? ഞാൻ ഇതിനെ കുറച്ചുകൂടെ വിശാലമായ അർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൽ മാത്രം ഒതുക്കി നിർത്തണ്ട എന്ന് ചിന്തിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. നമ്മുടെ സംസ്കാരത്തിന് പവിത്രമായ ഒരു സ്വാഭാവികമായിട്ടുള്ള അനേകം ബന്ധങ്ങൾ ആവശ്യമാണ്. നമ്മുടെ ഒരു പവിത്രമായ സംസ്കാരം, ആ സംസ്കാരത്തിന് സ്വാഭാവികമായിട്ടുള്ള അനേകം ബന്ധങ്ങളുണ്ട്. അതിൽ വളരെ വിശേഷപ്പെട്ട ഒരു മേഖലയാണ് ലൈംഗികത എന്ന് പറയുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം അതിന്റെ പെരിഫറൽസ് ആയിട്ട് നിന്നുകൊണ്ട് ലൈംഗികത അതിന്റെ കോറായിട്ട് നിന്നുകൊണ്ടുള്ള ഒരു പ്രോബ്ലത്തെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കാണാതെ പോകാം. തീർച്ചയായും ലൈംഗികത വളരെ വിശിഷ്ടമായ ഒരു ദാനമാണ്. അതേ സമയത്ത് ആ ലൈംഗികത ഏതെങ്കിലും വിധത്തിൽ അപകീർത്തിപ്പെടുത്താനും അപച്യുതി ഉണ്ടാക്കാനും അത് തെറ്റാണ്, അല്ലെങ്കിൽ ആ ലൈംഗികതയ്ക്ക് എന്തുമാകാം, അതിന് നിയന്ത്രണങ്ങളില്ലാതെ തരുന്ന ഒരു സംവിധാനം നമ്മുടെ ലോകത്താകമാനം ഉയർന്നു വരുന്നു. ഞാനത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പൊ ഹോമോസെക്ഷൽസിന്റെ കേസ് എടുത്തോളൂ നിങ്ങൾ. ഹോമോസെക്ഷൽ മാരേജ് ഈസ് നോട്ട് എ ഹ്യൂമൻ റൈറ്റ് എന്ന് ലോക മനുഷ്യാവകാശ കോടതിയിലെ 47 ജഡ്ജസ് വിധിച്ചതാണ്. ഈ സ്വാഭാവികമായിട്ടുള്ള ലൈംഗികത, സാധാരണ സ്വാഭാവികമായിട്ടുള്ള ലൈംഗികത അല്ലെങ്കിൽ ഒരു സെക്ഷൽ ഓറിയന്റേഷൻ ആണ് ഇത് എന്ന് ഈ പറയുന്ന സ്വവർഗരതിയെ പോലും അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ അതിനെ ന്യായീകരിച്ച് നമ്മൾ കണ്ടു. അവരുടെ DSM-ല്, അതായത് അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷന്റെ ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ എന്ന് പറഞ്ഞ DSM-ൽ അവർ കൃത്യമായിട്ട് തന്നെ ന്യായീകരിച്ചു. ജനങ്ങളെ ലൈംഗിക ആരോഗ്യത്തിന് അടിമകളാക്കി നിഷ്ക്രിയരാക്കി തീർത്ത്, പ്രത്യേകിച്ച് തേർഡ് വേൾഡിൽ അടക്കം ബഹിരാഷ്ട്ര കുത്തകകൾക്കും മരുന്ന് മാഫിയകൾക്കും ലോകമെമ്പാടും ഒരു കച്ചവടം ഒരുക്കുക എന്നുള്ള ഒരു ഗൂഢ അജണ്ട ഇതിന്റെ പിന്നിലുണ്ടോ നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. ആ തരത്തിലുള്ള സ്വവർഗരതിയെ അനുകൂലിച്ചുകൊണ്ട് ലോകമെമ്പാടും പുറപ്പെടുന്ന ഇത്തരത്തിലുള്ള മൂല്യച്യുതികൾ. സ്വവർഗരതിയെ പറ്റി യാതൊരു ശാസ്ത്രീയമായ ഗവേഷണവും നടത്താതെയാണ് 1973 അമേരിക്കൻ മനഃശാസ്ത്രജ്ഞന്മാര് അതിനെ പുണ്യവൽക്കരിച്ചത്. വോട്ടിനിട്ടാണ് അവർ തീരുമാനിച്ചത്. അത് നിരവധി സ്വവർഗ യൂണിയനുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി വോട്ടിലിട്ടുകൊണ്ട്
ശാസ്ത്രീയമായ പഠനങ്ങളൊന്നും നടത്താതെ ഈ മനഃശാസ്ത്രജ്ഞന്മാരെ സ്വവർഗരതിയെ മാന്യവൽക്കരിച്ച് അതിനെ പുണ്യവൽക്കരിച്ച് അതിന്റെ ലൈംഗിക മാഫിയ രൂപം കൊള്ളാനിടയായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് LGBT പോലുള്ള ഗ്രൂപ്പുകൾ അതിന്റെ വക്താക്കളായിട്ട് നിലകൊള്ളുന്നു. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ അതെടുത്തു കഴിഞ്ഞാൽ സ്വവർഗരതിയാണെങ്കിൽ ഒരു വശത്ത്, ബാലപീഡകള് അതിനെ മഹത്വവൽക്കരിച്ചിരിക്കുകയാണ്. അതെ, അതാണ് വളരെ വളരെ അപകടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഈ പീഡിയോഫീലിയൊക്കെ വളരെയധികം ഗ്ലോറിഫൈ ചെയ്യുന്ന ആളുകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടെന്നുള്ളത് സത്യം പറഞ്ഞാൽ നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. അതെ, പീഡോഫീലിയ ഒരു സെക്ഷൽ ഓറിയന്റേഷൻ ആണെന്ന് വീണ്ടും ഈ DSM ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. അതിനെ മഹത്വവൽക്കരിച്ചിരിക്കുകയാണ്. അതായത് അധാർമികതയെ അലങ്കാരമാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. ഈ കാലഘട്ടം നമ്മൾ കാണുന്നതാണ്. അധാർമികതയെ അലങ്കാരമാക്കി മാറ്റുന്ന ഒരു ബോധപൂർവമായ ശ്രമം ലോകമെമ്പാടും നടക്കുന്നു. അതിന്റെ ഒരു റിപ്പർക്കഷൻസ് അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ആണ് നമ്മൾ കേരളത്തിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ കേവലം കേരളത്തിൽ മാത്രം ചുരുക്കേണ്ട കാര്യമല്ല. താങ്കൾ സൂചിപ്പിച്ചതുപോലെ നവോത്ഥാനം എന്ന് പറയുന്ന ഒരു ആശയം, അതായത് മാറുമറയ്ക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അടിമത്ത വ്യവസ്ഥ ശീലിച്ചിരുന്ന ഒരു സമൂഹത്തെ അതിൽ നിന്ന് വിദ്യാഭ്യാസത്തിലേക്കും നല്ല വസ്ത്രധാരണത്തിലേക്കും നല്ല ഭക്ഷണ രീതിയിലേക്കും ആരോഗ്യ രംഗത്തേക്കും പറിച്ചു നട്ട ഒരു കാലഘട്ടമാണ് നവോത്ഥാനം. ഇത് നവോത്ഥാനം എന്ന് ഇതിനെ വിളിക്കാമോ? ഇത് നവോത്ഥാനമല്ല, ഇത് ഒരു പിൻപോക്കാണ്. നമ്മൾ പിന്നോട്ട് പോവുകയാണ്. അധാർമികതയെ അലങ്കാരമാക്കി മാറ്റാനുള്ള ബോധപൂർവമായ സമൂഹത്തിന്റെ ശ്രമമാണ്. അതിനെങ്ങനെയാണ് നമ്മൾ നവോത്ഥാനം വിളിക്കുക? അതൊരിക്കലും നവോത്ഥാനമല്ല, മറിച്ചത് സമൂഹത്തിന്റെ വലിയ ദുരന്തത്തിലേക്ക് നയിക്കുന്ന ഒരു അവസ്ഥയാണ്. അതിന് നമ്മൾ അങ്ങനെ കാണണം. ഇപ്പൊ കേരളത്തിലെ ആയാൽ പോലും നമ്മൾ നോക്കുക, ഈ പറയുന്ന ഡാൻസുകളും താങ്കൾ പറയുന്ന പോപ്പ് മ്യൂസിക്കുകളും എല്ലാം അതിന്റെ പിന്നിൽ വന്നു ചേരുന്നത് ഒരു ലൈംഗിക ചുവയുള്ള പ്രവർത്തനങ്ങളുടെ ആകത്തുകയായി മാറുകയാണ്. അതിനെ സാമാന്യവൽക്കരിക്കുകയാണ്, അതിനെ കുറെ കൂടെ ലാഘവൽക്കരിക്കുകയാണ്, അതിന്റെ മഹത്വത്തെ ഇടിച്ചു കാണിക്കുന്ന ഒരു രീതിയിലേക്ക് സമൂഹം അതിനെ താഴ്ത്താനായിട്ട് ശ്രമിക്കുന്നു. അതിന് വലിയൊരു വിഭാഗം ആളുകൾ, പ്രത്യേകിച്ച് നല്ലൊരു വിഭാഗം ആളുകൾ അതിനെ കൂട്ടുചേർന്നതുകൊണ്ട് ആഗോളതലത്തിൽ അതിന്റെ പരിശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമാണെന്നാണ് എന്റെ അഭിപ്രായം. അങ്ങനെ തന്നെ അതിനെ നേരിടുന്നത്. ഒന്ന് ഞാൻ കൂട്ടിച്ചേർക്കാനേലേ, മദ്യത്തിന്റെയും ലഹരിയുടെയും ആഗോള ലോബിയും ഇത്തരത്തിലുള്ള അധാർമിക പ്രവർത്തനങ്ങൾക്ക് പിന്നിലുണ്ട് എന്നുള്ള കാര്യം ഉറപ്പല്ലേ? കാരണം ഇത്തരത്തിലുള്ള പാർട്ടികളിലൊക്കെ പോയി നോക്കിക്കോളൂ, അവസാനം എവിടെയാണ് എത്തിച്ചേരുന്നത് എന്നുള്ളത്. നമ്മുടെ യുവജനങ്ങളെ വഴിതെറ്റിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നത്. ഇനി ഇത് ഒരു ആഗോള പൊളിറ്റിക്സ് ആണോ നോക്കണം. ഇന്ത്യയുടെ ശക്തി എന്ന് പറയുന്ന ഇന്ത്യയുടെ യുവജനങ്ങളാണ്. അവരെ ഇതെല്ലാം പറഞ്ഞ് പ്രലോഭിപ്പിച്ച് വഴിതെറ്റിച്ച് ഒരു നിഷ്ക്രിയ ഒരു സെക്റ്റാക്കി മാറ്റി കഴിഞ്ഞാൽ നേട്ടം നേടുന്നത് മറ്റു പലരുമായിരിക്കാം. യൂറോപ്പിലൊക്കെ ഉണ്ടാകുന്ന യൂത്ത് എങ്ങനെയാണ് അവരുടെ സിസ്റ്റത്തിൽ ജോലിയിൽ നിന്നൊക്കെ അവർക്ക് എങ്ങനെയാണ് അവർ പുറന്തള്ളപ്പെട്ടത് എന്ന നിലയിൽ അല്ലെ, അതുപോലൊരു സാധ്യത അല്ലെ, ആ നിലയ്ക്ക് നമ്മൾ വളരെ നിസ്സാരമായി കാണുന്ന ചില കാര്യങ്ങൾ, പ്രലോഭിതരാകുന്ന പല കാര്യങ്ങളും നമ്മളൊരു ഹിസ്റ്ററി ഇങ്ങനെ പഠിച്ച് പരിശോധിച്ച് നമ്മളുടെ നിസ്സാര പൊളിറ്റിക്സിൽ നിന്ന് ആഗോളതലത്തിൽ ചിന്തിച്ചാൽ ഇതൊരു അന്താരാഷ്ട്ര ലോബിങ്ങളുടെ, അന്താരാഷ്ട്ര ബിസിനസിന്റെ, അന്താരാഷ്ട്ര പൊളിറ്റിക്സിന്റെ, ഒരു രാജ്യത്തെ തന്നെ ചിലപ്പോൾ തകർക്കുന്നതിന്റെ ഭാഗമായിരിക്കും എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ നിർമ്മല ഇബ്രാഹിം, അത്തരത്തിലുള്ള ഒരു ആഗോള അജണ്ട ഇത്തരം ചില മുന്നേറ്റങ്ങൾ മുമ്പിൽ ഉണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇതിപ്പോ ഹിസ്റ്ററി ചൂണ്ടിക്കാട്ടിയതുകൊണ്ട് ഒരു കാര്യം ഞാൻ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ പലതിനെയും ഇപ്പൊ പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നത് പണ്ട് മുതൽ, ഹിറ്റ്ലറിന്റെ കാലഘട്ടം അല്ലെങ്കിൽ അതിന് മുമ്പ് മുതൽ തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നുകൊണ്ട് പ്രൊപ്പഗാൻഡ എന്ന ഒരു ആക്ടിവിറ്റി ഒന്നുകൂടി എളുപ്പമാക്കി തീർത്തു എന്ന് മാത്രം. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. 1920s US ശരിക്കും സ്ത്രീകൾക്ക് വോട്ടിംഗ് റൈറ്റ് 1920 ആദ്യമായി ലഭിക്കുന്നത്. ആ സമയത്ത് എഡ്വേർഡ് ബേണേഴ്സ് തൊടുത്തുവിട്ട ഒരു അസ്ത്രത്തിന്റെ ബാക്കിയാണ് ഇപ്പോൾ എല്ലാം. അതായത് ആ അസ്ത്രം തന്നെയാണ് ഇങ്ങോട്ട് ക്യാരി ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇത്രേ ഉള്ളൂ. ഇപ്പൊ സ്ത്രീകളുടെ സുരക്ഷയെ സംബന്ധിച്ചാണെങ്കിലും, സ്ത്രീകളുടെ ഇപ്പൊ ഇക്വാലിറ്റി ആയിക്കോട്ടെ, എംപവർമെന്റ് ആയിക്കോട്ടെ, എല്ലാ മനുഷ്യരും, കൺസർവേറ്റീവ്സ് ആയിക്കോട്ടെ, ലിബറൽസ് ആയിക്കോട്ടെ, പ്രോഗ്രസീവ്സ് ആയിക്കോട്ടെ, എല്ലാവരും ഒരുപോലെ മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ എല്ലാ അജണ്ടയിലും. പക്ഷേ എഡ്വേർഡ് ബേണേഴ്സ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1929 ടാർഗറ്റ് എന്ന് പറയുന്ന സിഗരറ്റ് കമ്പനി ഇദ്ദേഹത്തിനെ വിളിച്ചു. എഡ്വേർഡ് ബേണേഴ്സ് എന്ന ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻസ് എന്ന് അറിയപ്പെടുന്ന, മാർക്കറ്റിംഗിന്റെയും പബ്ലിക് റിലേഷൻസിന്റെയും പിതാവാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ സിഗരറ്റ് സെയിൽസ് നിന്നുപോയി, സാച്ചുറേഷനിലെത്തി, ഇപ്പം അങ്ങോട്ട് അനക്കമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ നല്ല പൈസ തരാം. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, 2 മിനിറ്റ് ചിന്തിച്ചിട്ട് അദ്ദേഹം ചിരിക്കാൻ തുടങ്ങി. ചിരിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ, 50% ജനങ്ങളിലെ നിങ്ങൾ എത്തിയിട്ടുള്ളൂ, 50% എക്സ്പ്ലോർ ചെയ്യാത്ത മാർക്കറ്റ് എവിടെയുണ്ട്, നിങ്ങൾ എന്തേ കാണാത്തത് എന്ന് ചോദിച്ചു. അപ്പോഴും ടാർഗറ്റ് കമ്പനിക്ക് മനസ്സിലായില്ല. അദ്ദേഹം ഒരു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു, സ്ത്രീകളെ നിങ്ങൾ എന്തുകൊണ്ടാണ് ടാർഗറ്റ് ചെയ്യാത്തത്? സ്ത്രീകൾ സിഗരറ്റ്സ് വലിക്കില്ലെന്ന് നിങ്ങൾ കരുതിയോ? അവരെ ഞാൻ
ഇതിലോട്ട് കൊണ്ടുവരാം, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അദ്ദേഹം 1929 ഒരു ക്യാമ്പയിൻ നടത്തി, ഒരു റാലി നടത്തി. സ്ത്രീകൾ ഇക്വാലിറ്റി, അതായത് വോട്ടിംഗ് റൈറ്റ് കിട്ടിയ സമയമാണ്. അപ്പൊ ഇക്വാലിറ്റി റാലി എന്ന് പറഞ്ഞ് റാലി നടത്തി. അതിനൊടുക്കം അന്ന് ടെലിവിഷൻ സ്ക്രീനുകളിലും പത്രങ്ങളിലൊക്കെ വന്ന പിക്ചറാണ്. ഒരു ലൈറ്റർ വെച്ച് സിഗരറ്റ് കത്തിക്കുന്ന രംഗത്തിലാണ് ഇത് അവസാനിക്കുന്ന ഈ റാലി. എന്നിട്ട് സ്ത്രീകൾ പറയുന്നു, ഇതും ഞങ്ങളുടെ അവകാശമാണ്, പുരുഷന്മാർക്ക് മാത്രമാണോ? ഇപ്പൊ ഞാൻ പറയുന്ന സ്ത്രീകൾ ഇപ്പൊ ഇത് ഓരോരുത്തരുടെ അവകാശമാണ്, ഞാൻ അതിലൊന്നും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ചരിത്രമാണ് പറയുന്നത്. അതെ, അതായത് ചരിത്രമാണ് പറയുന്നത്. ഇപ്പൊ ഇതിന്റെ അകത്ത് ആളുകളെ സംബന്ധിച്ച് ഇപ്പം സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇഞ്ചുറി, ഹെൽത്തിന് നല്ലതല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിൽ നിന്ന് പുരുഷന്മാരെ എങ്ങനെയെങ്കിലും പുറകോട്ട് വലിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആ സമയത്ത് എഡ്വേർഡ് ബേണീസ് ഈ പറഞ്ഞ സാമ്പത്തിക ലാഭത്തിനായിട്ട് മറ്റൊരു കമ്പനിക്ക് വേണ്ടി ഇരകളാക്കി സ്ത്രീകളെ വെച്ചുകൊണ്ട് അവരുടെ മുന്നിൽ ഇത് നിങ്ങളുടെ അവകാശമാണെന്ന് പ്രദർശിപ്പിച്ചുകൊണ്ട് അവരെ ആ പ്രൊപ്പഗാൻഡയിലോട്ട് വീഴ്ത്തി. അതിന് ബാക്കി പത്രമായിട്ട് ഇപ്പൊ പല കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പൊ ഫെയ്ത്തിനെതിരെ വന്നിരിക്കുന്ന അറ്റാക്ക്. ഇപ്പം പലരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഫെയ്ത്തിനെ ഇത്ര അറ്റാക്ക് ചെയ്യുന്നത്. കാരണം ഇത്രേ ഉള്ളൂ, കാരണം ഈ കഴിഞ്ഞ 10 വർഷത്തിൽ ഏറ്റവും അധികം ത്രൈവ് ചെയ്തിട്ടുള്ള ബിസിനസ്സുകളാണ് ഡ്രഗ് ഇൻഡസ്ട്രി, പിഡോഫീലിയ, പബ്ബുകൾ, ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇവിടെയൊക്കെ ഒരു തടസ്സമുണ്ട്. ഇവിടെ യുവജനങ്ങൾക്ക് ഒരു തടസ്സം എന്താണെന്നറിയോ? ഫെയ്ത്ത് ആണ്. ഇപ്പം ഫെയ്ത്തിൽ വിശ്വസിക്കുന്ന, അല്ല ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഡ്രഗ് അഡിക്റ്റ് ആകാനോ അല്ലെങ്കിൽ ഒരു കാഷ്വൽ റിലേഷൻഷിപ്പിലോട്ട് പോകാനോ ഒരു മടി കാണും, കാരണം അവരുടെ ഫെയ്ത്ത് അനുവദിക്കുന്നില്ല. അപ്പം അവർ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം ഇതാണ്, നിങ്ങൾ ഫെയ്ത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ നിസ്സാരവൽക്കരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒന്നുകൂടെ എളുപ്പമാകും കാര്യങ്ങൾ. അത് തന്നെയാണ് സംഭവിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പം വ്യക്തി സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യലല്ല, പക്ഷെ തെറ്റും ശരിയും ഒബ്ജക്റ്റീവ് മൊറാലിറ്റി എന്നൊരു കാര്യത്തെ ഇല്ലാതാക്കുന്നത് വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ്. കാരണം നമ്മൾ പോസ്റ്റ് മോഡേൺ ലോകത്താണ് ഇന്ന് ജീവിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പം അഡ്ലക്സ് ഹസ്ലിയുടെ ഒരു പുസ്തകമുണ്ട്, ശ്രീനിവാസൻ സന്ദേശം സിനിമയിൽ പെണ്ണ് കാണാൻ പോകുമ്പോൾ ചോദിക്കുന്ന അഡ്ലക്സ് ഹസ്ലിയുടെ പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്ന് യുവതിയോട് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. ഈ അഡ്ലക്സ് ഹസ്ലിയുടെ ഒരു പുസ്തകമുണ്ട്, അത് എല്ലാവരും വായിച്ചിരിക്കുന്നതാണ്, ബ്രേവ് ന്യൂ വേൾഡ് എന്ന് പറയും. വർഷങ്ങൾക്ക് മുമ്പേ 80-86 വർഷങ്ങൾക്ക് മുമ്പേ അദ്ദേഹം മുന്നോട്ടുള്ള കാലത്തെ പ്രവചിച്ചൊരു പുസ്തകമാണ്. ഒരു കാര്യം പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത്, 2 രീതിയിലാണ് ജനങ്ങളെ അടക്കി നിർത്താൻ എല്ലാ രാജ്യങ്ങളും ഡിക്റ്റേറ്റേഴ്സും ശ്രമിച്ചിട്ടുള്ളത്. ഒന്ന്, ബൈ ഇൻഫ്ലിക്റ്റിംഗ് പെയിൻ, വേദനയും ഭയവും ഉളവാക്കിക്കൊണ്ട് ആൾക്കാരെ നിയന്ത്രിക്കാൻ സാധിക്കും. 2, ബൈ ഇൻഫ്ലിക്റ്റിംഗ് പ്ലഷർ, സുഖ സൗകര്യങ്ങൾ ഒരുപാട് നൽകിക്കൊണ്ട് അവരെ നിയന്ത്രിക്കാൻ സാധിക്കും. പണ്ട് നോർത്ത് കൊറിയയും സോവിയറ്റ് യൂണിയനും ചൈനയും പോൾപോട്ടിന്റെ കംബോഡിയയും ഒക്കെ ശ്രമിച്ചിരുന്നത് ആദ്യത്തെ രീതിയാണ്, ഇൻഫ്ലിക്റ്റിംഗ് പെയിൻ ആൻഡ് ഫിയർ, വേദനയും ഭയവും ഉളവാക്കുന്നത്. ഇന്ന് പക്ഷേ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ശ്രമിക്കുന്നത് സുഖ സൗകര്യങ്ങൾ നൽകിക്കൊണ്ട് അവരുടെ മനസ്സിലോട്ട് പുതിയ റാഡിക്കൽ ആയിട്ടുള്ള ഐഡിയോളജീസിനെ കുത്തിക്കയറ്റുന്ന അല്ലെ ഇൻഫിൽട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ദുഃഖകരമായ ഒരു കാര്യം. തീർച്ചയായും. ഡോക്ടർ ശ്രീ നിർമ്മൽ ഇബ്രാഹിം, ഒരു ചോദ്യം കൂടി. ഈ ലിബറൽ ആശയങ്ങൾ സ്വീകരിക്കുന്ന രാജ്യങ്ങളിൽ വളരെ സമാധാനമാണ്. അവിടെ റേപ്പ് കേസുകൾ കുറവാണ്, അവിടെ കൊലപാതകങ്ങൾ കുറവാണ്, അവിടെ ആളുകൾ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു, അവരുടെ ഹാപ്പിനെസ് ഇൻഡെക്സുകളും ഫ്രീഡം ഇൻഡെക്സുകളും പീസ് ഇൻഡെക്സും ഒക്കെ വളരെ മേലെയാണെന്നൊക്കെ പറഞ്ഞ വളരെ പ്രചരണങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയ കാലത്ത് നടക്കുന്നുമൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു ഡേറ്റ അവിടെ ഉണ്ടെങ്കിൽ ഇത്തരം ലിബറൽ ഐഡിയകൾക്ക് ഒരു വളക്കൂറാകുന്നില്ലേ അത്തരം കണക്കുകൾ? അത് വാസ്തവമാണോ? അല്ല, അത് ആ കണക്കുകൾ ഇതിപ്പോ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വൈഡ് സ്പ്രെഡ് ആകുന്ന ഇൻഫർമേഷൻ ആണ്. ഇത് ശരിക്കും യഥാർത്ഥ സ്റ്റാറ്റിസ്റ്റിക് ഡേറ്റ അല്ല. കാരണം പല ആളുകളും കേട്ടുകേൾവിയിൽ നിന്ന് അവരുടെ രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു വാദമാണിത്. കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പറഞ്ഞാൽ വേൾഡ് പോപ്പുലേഷൻ റിവ്യൂവിൽ കിടപ്പുള്ള ഡേറ്റയാണ്. എല്ലാവർക്കും ഇപ്പൊ തന്നെ എടുത്ത് നോക്കാം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് സംശയം ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ ഓൺ ആവറേജ് 1,08,1.8 ആളുകളാണ് ഒരു വർഷം ഓൺ ആവറേജ് റേപ്പ് ചെയ്യപ്പെടുന്നതെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന ലിബറലിസത്തിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ആ റേറ്റ് 27.8 ആണ്. അത്രയും വലിയ വ്യത്യാസം. ഇന്ത്യയിൽ നിന്നും 16 ഇരട്ടി. നോർവേ, വേൾഡ്സ് ഹാപ്പിയസ്റ്റ് നേഷൻസിന്റെ കാര്യം പറഞ്ഞു, നോർവേയിൽ അത് 19.2 ആണ്, ഇന്ത്യയുടെ 11 ഇരട്ടി. ഫിൻലൻഡിൽ 15.2 ആണ്, ഇന്ത്യയുടെ 9 ഇരട്ടി. ഫ്രാൻസിൽ 16.2 ആണ്, ഇന്ത്യയുടെ 10 ഇരട്ടി. സ്വീഡനിൽ 63.5 ആണ്, ഇന്ത്യയുടെ 36 ഇരട്ടി. സോ ഈ രാജ്യങ്ങളൊക്കെ തന്നെ നമ്മൾ ലിബറലിസം ഒരുപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. പക്ഷെ ഇവിടുത്തെ റേപ്പ് റേറ്റ്സിന്റെ കാര്യങ്ങൾ കേട്ടുകേൾവിയിൽ പറയാതെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുക, ആ സ്റ്റാറ്റിസ്റ്റിക്സ് കൃത്യമായിട്ടുണ്ട്. അപ്പൊ പലപ്പോഴും പലരും വാദിക്കുന്ന ഒരു കാര്യം, അത് പക്ഷേ ഇന്ത്യയിൽ റേപ്പ് കേസസ് ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതുകൊണ്ടാണ്. എന്നാൽ ഇതേ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് ഏറ്റവും കുറവ്, അത് ഏറ്റവും കൂടുതൽ അണ്ടർ റിപ്പോർട്ടിംഗ് ഉള്ളത്, അത് റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത കേസുകൾ ഏറ്റവും കൂടുതൽ US. അവിടെ പോലീസ് സംവിധാനങ്ങളൊക്കെ വളരെ മികച്ചതാണല്ലോ ശ്രീ നിർമ്മൽ. ആണ്, പക്ഷെ അവിടെ ആൾക്കാർ മുന്നോട്ട് വരാൻ ഭയക്കുന്നു എന്നാണ് റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഫാക്ച്വൽ ബേസിസിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ സംസ്കാരത്തെയും, അല്ലെങ്കിൽ ഇപ്പൊ ഇന്ത്യയെ തന്നെ ഇത്രയധികം, എനിക്ക് അതിലൊരു സങ്കടമുണ്ട്. കാരണം ഇന്ത്യയിൽ തന്നെ ജീവിച്ച് ഇന്ത്യൻ സംസ്കാരത്തെ ഇത്രയധികം വെറുക്കുന്ന ഒരു സമൂഹം ലോകത്തുണ്ടാകത്തില്ല അല്ലേ? അതെ. അപ്പൊ ഇത് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് അവർക്ക് എടുത്ത് നോക്കാവുന്നതാണ് തീർച്ചയായിട്ടും.
തീർച്ചയായും. ഡോക്ടർ മേരി റെജീന, ഇവിടെ നിർമ്മല പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇവരെ ബ്ലോക്ക് ചെയ്യുന്ന, ഇത്തരം അജണ്ടകൾ നടപ്പാക്കുന്നതിന് ബ്ലോക്ക് ചെയ്യുന്ന ഒരു കാര്യം ഫെയ്ത്ത് ആണ് എന്ന് പറയും. ഇപ്പം നമ്മൾ ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ ആലോചിച്ച് നോക്കൂ, നമ്മുടെ കേരളത്തിൻ്റെ കാര്യം ആലോചിച്ച് നോക്കൂ, ക്രൈസ്തവ സമൂഹങ്ങളുടെ നമ്മൾ കൊടുക്കുന്ന വേദപാഠം അല്ലെങ്കിൽ മതബോധനം തുടങ്ങി എത്രയോ സിസ്റ്റങ്ങളിലൂടെയാണ് നമ്മൾ ഈ ഫെയ്ത്ത് ഉറപ്പിക്കുന്നത്. അങ്ങനെ ഉറപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത്തരം ആശയങ്ങളുടെ പിന്നാലെ വലിയൊരു സമൂഹം യുവജനങ്ങൾ ആകൃഷ്ടരായി ആ വലയിൽ വീഴുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിലും വലിയൊരു ആശങ്കയ്ക്ക് വഴി തിരിച്ചു വിടുകയില്ലേ ഡോക്ടർ മേരി? കേരളത്തിന്റെ സാഹചര്യം എന്ന് പറഞ്ഞ പോലെ ഇതിപ്പോ നോർവേ, യൂറോപ്പും ഒക്കെ പറയുന്ന പോലെ കേരളം ഈ ഇന്ത്യയും കേരളവും മറ്റ് രാജ്യങ്ങളും ഒന്നും തമ്മിൽ മിസ്റ്റർ നിതിൻ എനിക്കൊന്ന് കമ്പയർ ചെയ്യാനേ നമുക്ക് പറ്റത്തില്ല. ഈ പറഞ്ഞ പോലെ പോപ്പുലേഷൻ്റെ സ്ട്രെങ്ത്, അവിടെയാണ് ഈ പെർസെൻറ്റേജുകളുടെ കണക്ക് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ സ്വയം ഇങ്ങനെ ഒരു അവജ്ഞ, നമ്മുടെ ഇവിടെ എന്തോ കുറവുകളുണ്ട് എന്നുള്ള ഒരു സ്വയം ബോധ്യമില്ലാത്ത, പൈതൃകത്തെക്കുറിച്ച് അഭിമാനമില്ലാത്ത കുറേ മനുഷ്യർ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. നമ്മുടെ എല്ലാ കാര്യവും എടുത്താൽ ടൂറിസം ശരിയാണ്, ഓരോ സ്ഥലവും വ്യത്യസ്തമാണ്, ഓരോ ആർക്കിടെക്ചറും വ്യത്യസ്തമാണ്, എല്ലാം പോയി കാണണം. പക്ഷെ ഇത്ര മനോഹരമായ ഒരു സ്ഥലം വേറെ ഉണ്ടോ? ദൈവത്തിൻ്റെ സ്വന്തം രാജ്യമല്ലാതെ നമ്മുടെ തന്നെ ഇടവഴികളിലൂടെ നടക്കുമ്പോൾ തന്നെ എന്തൊരു എന്ന് പറയുന്നത് പോലെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി ഈ വിശ്വാസത്തിൻ്റെ കാര്യം എടുത്താൽ, വിശ്വാസത്തിൻ്റെ എന്തോ ഇപ്പം നിർമ്മൽ എബ്രഹാം പറഞ്ഞത് ആ പെർസെൻറ്റേജ് ശ്രദ്ധിക്കണം. 1% ഇവിടെ ഉള്ളുവെങ്കിൽ ഇതിപ്പോൾ നമ്മുടെ ക്രൈസ്തവ വിശ്വാസികളെ മാത്രമല്ല, ഇന്ത്യ മൊത്തത്തിൽ ഒരു മതാധിഷ്ഠിത ചിന്തയുള്ള സമൂഹമാണ്. അതുകൊണ്ട് തന്നെ ധാർമ്മികമായും ഉയർന്നു ചിന്തിക്കുന്നതാണ്. ഈ എക്സെപ്ഷണൽ കേസസ് എല്ലാ സ്ഥലത്തും ഉണ്ട്, പക്ഷെ ആ എക്സെപ്ഷൻസ് ഇന്ത്യയിൽ കുറവാണ് എന്നുള്ളതാണ് മിസ്റ്റർ നിർമ്മൽ ഇപ്പോൾ ഇവിടെ സ്ഥാപിച്ചത്, അദ്ദേഹം ഉദ്ധരിച്ച കണക്ക് കൊണ്ട്. അപ്പോൾ അങ്ങനെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു മടി, തെറ്റ് ചെയ്യുവാനുള്ള ഒരു മടി പണ്ട് മുതലേ, ലോക ആരംഭം മുതൽ തന്നെ തെറ്റ് ശരിയും മടി ഇപ്പൊ കുറഞ്ഞു വരുന്നത് ഈ പ്രചാരണ വേളകൾ വിജയിക്കുന്നു എന്നുള്ളത്. നമ്മൾ തുടങ്ങിയെടുത്ത് പ്രചാരകരും പ്രചാരണ വേളകളും വിജയിക്കുന്നിടത്താണ് ഈ മടി കുറഞ്ഞു വരുന്നത് എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മാതാപിതാക്കൾ, അധ്യാപകർ, ഇവരൊക്കെ തന്നെയാണ് ഗുരുക്കന്മാർ, പല രീതിയിലുള്ള ഗുരുക്കന്മാർ, വിശ്വാസ പരിശീലകർ, എല്ലാവരും കൂടുതൽ ജാഗ്രതയോടുകൂടി വർത്തിക്കുകയും സമൂഹം മൊത്തത്തിൽ ജാഗ്രത വർത്തിയും. സമൂഹത്തിലെ എല്ലാവരും പൊട്ടയായി പോകുന്നില്ല, എല്ലാ കുഞ്ഞുങ്ങളും ഭൂരിഭാഗവും അങ്ങനെ എല്ലാം വിട്ടെറിഞ്ഞു പോകുന്നു എന്ന് വിശ്വസിക്കുന്ന ആളല്ല നമ്മൾ. ഒരു അധ്യാപിക എന്ന നിലയിൽ എനിക്കറിയാം നല്ല കുട്ടികളാണ്. ഇനിയിപ്പോൾ ഈ പറയുന്ന വലിയ ഒരു ചെറിയ സമൂഹം മാത്രമാണ് ഇങ്ങനെ പോകുന്നുള്ളൂ. അപ്പം അവരിലേക്ക് നല്ല ആശയങ്ങളും എത്തിക്കുവാൻ മറ്റുള്ളവർ, ഈ പറയുന്ന പ്രചാരണ വിദ്യയ്ക്ക് ഉപരിയായി നല്ല ആശയങ്ങൾ എത്തിക്കുവാനുള്ള പ്രചാരണവും നമ്മളും തുടങ്ങേണ്ടിയിരിക്കുന്നു. അതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിയിരിക്കുന്നു. ഈ മാതാപിതാ ഗുരു സ്ഥാനീയർ അതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ശ്രീ നിർമ്മല, ഒരിക്കൽ കൂടി ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, എങ്ങനെയാണ് ഇവർ ഈ പ്രചരണം നടത്തുന്നത്? നമ്മൾ പ്രചരണം എന്ന് നമ്മൾ പറയുമ്പോൾ പോലും നമുക്കിത് എവിഡൻ്റ്ലി നമുക്ക് എവിടെ കാണാൻ പറ്റും? ഇവർ ഹോളിവുഡ് സിനിമകളിലൂടെയാണോ അല്ലെങ്കിൽ സെലിബ്രിറ്റികളിലൂടെയാണോ? ഏതൊക്കെ രീതിയിലാണ് വളരെ എവിഡൻ്റ്ലി നമുക്ക് പറയാൻ സാധിക്കും ഇത്തരം ആശയങ്ങൾ നമ്മുടെ നാട്ടിൽ ഇൻജക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന്? ഓക്കെ, ഇത് ചോദിച്ച വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ചോദ്യമാണ്. കാരണം ഒരിക്കലും ഒരു കാര്യമുണ്ട്, പ്രൊപ്പഗാൻഡ എന്ന് പറഞ്ഞാൽ ഒരിക്കലും എവിഡന്റ് മനസ്സിലാകില്ല അല്ലെ? അതിന്റെ വിളിക്കുന്നത്. അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഇപ്പം കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒരു കാര്യം പറയാം, ഇപ്പൊ ചെറുപ്പത്തിൽ നേരത്തെ മേരി മാഡം സൂചിപ്പിച്ച പോലെ തന്നെ ചെറുപ്പത്തിൽ ഇപ്പൊ എന്റെയൊക്കെ ഒരു സ്കൂൾ സമയത്ത് ഞാൻ 4 മണിക്ക് വന്നാൽ 4 തൊട്ട് 6 വരെ ഒരു മേശയുടെ ചുറ്റും വരുന്ന ഞാനും, എനിക്കൊരു സിസ്റ്റർ ഉണ്ട്, ഞാനും ചേച്ചിയും പേരൻസിനോട് ഒത്തിരുന്ന് സ്കൂളിൽ നടന്ന സംഭവങ്ങൾ പറയുന്നു. എൻ്റെ പേരൻസ് ആണെങ്കിൽ അവരുടെ ജോലി സ്ഥലങ്ങളിൽ നടന്ന സംഭവങ്ങൾ വിവരിക്കുന്നു. ഈ ഇത്തരത്തിലുള്ള തോട്ട്സ് ഷെയർ ചെയ്യുന്നു, അതിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിക്കുന്നു, തെറ്റെന്ത് ശരിയെന്ന് പറഞ്ഞു തരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കോൺവെർസേഷൻസ് ഉണ്ടായിരുന്നു. ഇന്ന് അത് മാറി. ഇന്ന് അവരുടെ ജീവിതം സോഷ്യൽ മീഡിയയിലാണ്, അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിലാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലാണ്. അപ്പൊ അവരുടെ മൈൻഡ് സെറ്റ് രൂപപ്പെടുന്നത് അതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷനിലൂടെയാണ്. ഇവിടെ ഞാൻ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം ഈ ഒരു ഡിസ്കഷൻ തന്നെ എത്ര യുവാക്കൾ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ പല ആളുകൾക്കും ചില വാക്കുകളെ ഇപ്പം മീഡിയ
ഇതിന് നെഗറ്റീവ് കൊണറ്റേഷൻ കൊടുക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ മതം എന്ന് കേൾക്കുമ്പോഴത്തേക്കും തീവ്രമായിട്ട് ഒരു എന്താ പറയുന്നത് കോപം കൊണ്ട് ജ്വലിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതും പള്ളിയിലൊക്കെ പോകുന്ന വ്യക്തികൾ തന്നെ ആയിരിക്കും. അപ്പൊ അവരെ സംബന്ധിച്ച് മതം എന്ന് പറഞ്ഞ ഒരു മോശം വാക്കായിട്ട് കാണുന്നു. കാരണം മറ്റൊന്നുമല്ല, സോഷ്യൽ മീഡിയയിൽ മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാണിക്കുന്ന കാര്യങ്ങൾ വയലൻസും എന്തെങ്കിലും തരത്തിലുള്ള വഴക്കുകളും വിദ്വേഷവും വാറുകളും മാത്രം മുന്നിൽ വെച്ച് കാണിക്കുന്നു. എന്നാൽ അതേ സമയത്ത് ഞാൻ ഒരു ദേവാലയത്തിലോ അല്ലെങ്കിൽ ഒരു അമ്പലത്തിലോ എവിടെയെങ്കിലും പോയി പീസ്ഫുൾ ആയിട്ട് പ്രാർത്ഥിക്കുന്ന രണ്ട് ആളുകളുടെ രംഗം അവർ ഒരിക്കലും കാണിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള കൊണറ്റേഷൻസ് ആണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, സിനിമകളുടെ കാര്യം താങ്കൾ പറഞ്ഞു. ഇപ്പൊ പ്രമുഖമായ ഒരു സ്ട്രീമിംഗ് സർവീസ് ഉണ്ട്, പേര് ഞാൻ എടുത്തു പറയുന്നില്ല. അതിൽ തന്നെ വന്നിരിക്കുന്ന 3 സിനിമകളുടെ കാര്യം ഞാൻ എടുത്തു പറയാം. ഒന്ന് ക്യൂട്ടീസ് എന്ന് പറഞ്ഞൊരു സിനിമയാണ്. 9-11 വയസ്സിനിടെയുള്ള കുട്ടികളെ സ്ട്രിപ്പ് ക്ലബ്ബ്, അതായത് സ്ട്രിപ്പേഴ്സ് ആകാൻ ട്രെയിൻ ചെയ്യുന്ന രീതിയിൽ 2.5 മണിക്കൂർ നീണ്ട ഒരു സിനിമയാണ്. ഇതിൻ്റെ അകത്ത് വളരെ ഗ്രാഫിക് ആയിട്ടുള്ള ഒരുപാട് രംഗങ്ങളുണ്ട്. 10-11 വയസ്സുള്ള കുട്ടികളെ വെച്ചാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്ന ആലോചിക്കണം. അതിനെതിരെ ശബ്ദമുയർത്തിയ ആൾക്കാരെ സെൻസർ ചെയ്യുകയും ഇതേ സിനിമയെ പുകഴ്ത്തിക്കൊണ്ട് പല മീഡിയ ഔട്ട്ലെറ്റ്സും മുന്നോട്ട് വരുമ്പം നമ്മുടെ ഒരു ചെറുപ്പക്കാരനെ 18 വയസ്സുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ വിശ്വസിക്കുന്നത് ഞാൻ പറയുന്നു, നിതിൻ പറയുന്നതോ അല്ല. അവൻ ആദ്യം ഗൂഗിളാണ് സെർച്ച് ചെയ്തത്. ഗൂഗിൾ അവന് കൊടുക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഇതെല്ലാം നല്ലതാണ്, ഇതിൽ തെറ്റ് കാണുന്നുണ്ട്, നിങ്ങളുടെ കാഴ്ചയുടെ കുഴപ്പമല്ല കാഴ്ചപ്പാടിന്റെ കുഴപ്പമാണെന്ന് ഗൂഗിൾ നമ്മളെ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന മീഡിയ ഔട്ട്ലെറ്റ്സ് നമ്മളെ പഠിപ്പിക്കുന്നു. അതിലാണ് അവർക്ക് വിശ്വാസം. അല്ലാതെ അവരുടെ പേരൻസോ അല്ലെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കളോ പറഞ്ഞു കൊടുക്കുന്ന ഐഡിയാസ് തെറ്റാണെന്നും അത് വളരെ റിഗ്രസീവ് ആണെന്നുമാണ് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അവർ ഇതിൽ വിശ്വസിച്ചു പോകുന്നത്. രണ്ടാമതൊരു കാര്യം, ലിൽ നാസ് എക്സ്, LILNAS സ്പേസ് എക്സ്, ലിൽ നാസ് എക്സ് എന്ന് പറഞ്ഞൊരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആണ്. ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് പല എലിമെന്ററി സ്കൂളുകളിലൊക്കെ പോയി കുട്ടികൾക്ക് വേണ്ടി കൺട്രി മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പൊ കോവിഡിന് മുമ്പ് വരെ ഇദ്ദേഹം ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് പല കുട്ടികളുടെയും യൂട്യൂബ്, അതായത് 6 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ഇപ്പം സ്മാർട്ട് ഫോൺസ് ഉണ്ട് പല രാജ്യങ്ങളിലും. അപ്പൊ അവരുടെയൊക്കെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ലിൽ നാസ് എക്സ് എന്ന് പറഞ്ഞ ഈ ആർട്ടിസ്റ്റ്. ഇദ്ദേഹം ഡബിൾ വർഷിപ്പ് നടത്തുന്ന ഒരു വീഡിയോ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇയാളുടെ ഹാൻഡേഴ്സ് പെട്ടെന്ന് ഇട്ടു. അത് വളരെ വൾഗർ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്, കണ്ടു നോക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ. ഇതാണ് ഇന്നത്തെ കുട്ടികളുടെ മുന്നിൽ എത്തുന്നത്. എന്തിനു വേണ്ടിയാണ് കിഡ്സ് മാത്രം, കുട്ടികൾ മാത്രം ഓഡിയൻസ് ബേസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ വെച്ച് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ പുറത്തുവിട്ടത് എന്തിനാണ് എന്ന് ചോദ്യം ചെയ്യാൻ പോലും സോഷ്യൽ മീഡിയയിൽ സാധിക്കുന്നില്ല. അപ്പൊ അവിടെയാണ് ഞാൻ പറഞ്ഞ ബിഗ് ടെക് സെൻസർഷിപ്പ്. എന്തുകൊണ്ടാണ് ബിഗ് ടെക്കിനെ ഭയക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഫേസ്ബുക്കിന്റെ കാര്യം തന്നെ എടുക്കാം. ഫേസ്ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ടോട്ടൽ യൂസേഴ്സിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 2.8 ബില്യൺ ആണ്. 280 കോടി ആളുകൾ. ഇന്ത്യയുടെയും ചൈനയുടെയും പോപ്പുലേഷൻ കമ്പൈൻ ചെയ്ത് വെച്ചാൽ അത്രയോ. അപ്പൊ അത്രയും വലിയൊരു ആർമിയാണ് അവിടെ ഉള്ളത്. അതുപോലെ ഇവരുടെ സ്ട്രെങ്ത് എടുത്ത് നോക്കാം. ഗൂഗിളിന്റെ സ്ട്രെങ്ത് എടുത്തൊക്കെ 1.4 ട്രില്യൺ ആണ് അവരുടെ നെറ്റ് വർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഫിൻലൻഡും നോർവേയും ന്യൂസിലൻഡും സിംഗപ്പൂർ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ആ 4 രാജ്യങ്ങളെക്കാൾ വെൽത്തിയാണ് ഇന്ന് ഗൂഗിൾ. അപ്പൊ ഇവരെ നേരിടാനുള്ള ശക്തി ഇന്നൊരു ഇൻഡിവിജ്വലിനോ ഒരു കമ്പനിക്കോ അല്ലെങ്കിൽ ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചർച്ചിനോ ഒന്നും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. നേരിടണമെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടേ നേരിടാൻ സാധിക്കുള്ളൂ, ഇൻഡിവിജ്വൽ ആയിട്ട് സ്റ്റെപ്സ് എടുക്കാനേ സാധിക്കുള്ളൂ. അപ്പൊ ഇവിടെയാണ് അപ്പൊ ഇത്തരത്തിലുള്ള, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ കാർഡി ബിയുടെ പാട്ടുകൾ, അപ്പൊ ഈ പാട്ടുകളൊക്കെ സ്വന്തമായി കാണുമ്പോൾ വളരെ അശ്ലീലമായിട്ടും അരോചകമായിട്ടും നമുക്ക് സർക്കാരുകൾക്ക് നിലപാടെടുക്കാൻ പറ്റത്തില്ല. ശ്രീ നിർമ്മൽ, ഇവിടെ ചെറിയൊരു ഫേസ്ബുക്കിൽ ഒരു സർക്കാരെ വിമർശിച്ചാൽ പോലും ഇവിടെ സക്കൻബർഗിനെ കോടതി കേട്ടുന്ന രാജ്യമാണ്. അങ്ങനെയുള്ളപ്പോൾ ഇതൊന്നും അവരുടെ പരിഗണന വരികില്ലേ? ഇല്ല, OTT പ്ലാറ്റ്ഫോംസ് ഇപ്പം നിയന്ത്രിച്ചത് അതുകൊണ്ടാണ്. കാരണം OTT പ്ലാറ്റ്ഫോംസ് നിങ്ങളുടെയൊക്കെ കുട്ടികൾ കാണുന്നുണ്ടായിരിക്കും. അവർ വളരെ അഭിമാനത്തോടെ ഞാൻ നെറ്റ്ഫ്ലിക്സിൽ നിന്ന് 3 സിനിമ കണ്ടു എന്ന് പറയുന്നുണ്ട്. പക്ഷെ എത്തരത്തിലുള്ള സിനിമകളാണ്, അതിൽ സെൻസേർഡ് ആണോ, വാക്കുകളും ദൃശ്യങ്ങളും സെൻസേർഡ് ആണോ എന്നുള്ള പേരൻസ് ഒന്ന് എടുത്ത് നോക്കേണ്ടതാണ്. വളരെ ഗ്രാഫിക് ആയിട്ടുള്ള വിഷ്വൽസും വളരെ ഗ്രാഫിക് ആയിട്ടുള്ള വേർഡ്സും യൂസേജസും ആണ് അതിനകത്തുള്ളതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഇന്റർവ്യൂ ചെയ്തത്. OTT പ്ലാറ്റ്ഫോംസിന് റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നു. കാരണം OTT എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഏറ്റവും എഫക്റ്റീവായ മാധ്യമം സോഷ്യൽ മീഡിയ തന്നെയാണ്. കാരണം അവിടെ ടാർഗറ്റ് ചെയ്ത് അഡ്വർടൈസ്മെന്റ് കൊടുക്കാം. കൃത്യമായ വയസ്സ്, കുട്ടികളുടെ വയസ്സാണ് കുട്ടികളുടെ വയസ്സ്, മാതാപിതാക്കളുടെ ഓറിയന്റേഷൻ, അവരുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി, റിലീജിയസ് ബിലീഫ്, അങ്ങനെ മൈക്രോ ടാർഗറ്റ് ചെയ്ത് ഇത്തരം ഡേറ്റകൾ, ഇത്തരം പരസ്യങ്ങൾ, സ്പോൺസേഡ് ആയ കണ്ടന്റുകളൊക്കെ എത്തിക്കാൻ പറ്റും. അതായിരിക്കാമല്ലേ അവയ്ക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടുക? തീർച്ചയായും. അപ്പൊ അതിൽ പല ആളുകളും ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇത് വെറും ഒരു സിനിമയല്ലേ, വെറും ഒരു ഗാനമല്ലേ, അതങ്ങ് കണ്ടുപോകും, ഇതൊന്നും ഇൻഡിവിജ്വൽസിന് ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കില്ല എന്ന് പറയുന്നുണ്ട്. അതിനൊരു ഉത്തരം ഇതാണ് ഞാൻ കൊടുക്കുന്നത്. ഒരു സിനിമയ്ക്ക് യാതൊരു ഇമ്പാക്റ്റും ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇമോഷണൽ ആയിട്ട് രംഗം കണ്ടിരുന്ന് നിങ്ങളിരുന്ന് പൊട്ടിക്കരയുന്നത്, അല്ലെങ്കിൽ ഒരു തമാശ കണ്ടാൽ പൊട്ടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഹാപ്പി എൻഡിങ് കണ്ടാൽ അതിനെ സ്മൈലോടെ സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഒരു ഹീറോ വില്ലനെ കൊല്ലുമ്പോഴോ ഒരു പഞ്ച് ഡയലോഗ് അടിക്കുമ്പോഴോ എന്തുകൊണ്ടാണ് നിങ്ങൾ രോമാഞ്ചം? കാരണം ഇതാണ്, ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്. വളരെ ശ്രദ്ധേയമായ ഒരു വിഷ്വൽ സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞൊരു കാര്യമില്ലെങ്കിൽ പിന്നെ പരസ്യങ്ങളുടെ ആവശ്യം പോലും ഇല്ലല്ലോ. സോ അതൊക്കെ തെറ്റായ ഒരു ആർഗ്യുമെന്റ് ആണ്.
തീർച്ചയായും തിരിച്ചു വരാം. ഡോക്ടർ ചാക്കോ കളാമ്പറമ്പിൽ, ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ മാധ്യമങ്ങളിലൂടെയാണ് ഇത്തരം അജണ്ടകൾ നടപ്പാക്കുന്നത്. മലയാളത്തിലെ മാധ്യമങ്ങൾ പോലും വിലക്കെടുത്ത് ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒത്തിരി സംഭവങ്ങളുണ്ട്. പ്രത്യേകിച്ച് ചില പരസ്യങ്ങൾ കൃത്യമായി അബോർഷനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന പരസ്യങ്ങളൊക്കെ എത്ര സുലഭമാണ് നമ്മുടെ ടെലിവിഷൻ ചാനലുകളിൽ നിന്ന് നമുക്ക് തന്നെ അറിയാം. സോഷ്യൽ മീഡിയയുടെ കാര്യം നമ്മൾ ചർച്ച തുടങ്ങിയപ്പോൾ പറഞ്ഞു. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ നമ്മുടെ യുവതലമുറയെ, നമ്മുടെ ടീനേജിനെ, കുട്ടികളെയൊക്കെ ഈ വലയിൽ വീശുമ്പോൾ എന്ത് ജാഗ്രതയാണ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്? പ്രത്യേകിച്ച് ഒരു ക്രൈസ്തവ സമൂഹത്തിന് ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതാണ്. കാരണം ഇവർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ, ഫെയ്ത്താണ് ഇവരുടെ ഒരു വിലങ്ങുതടി. അതിനെ ഇല്ലാണ്ടാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തിയെന്നിരിക്കും. എങ്ങനെയാണ് അങ്ങയുടെ പ്രതികരണം? നമ്മൾ ഇതിനെ കാണേണ്ട ഒരു വ്യത്യസ്തമായ ആംഗിൾ ഉണ്ട്. അതായത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതിന്റെ പെരിഫറൽസ് ആണ്. പല സർക്കിളുകളുണ്ട് ഇതിന്. അതിന്റെ ഇന്നർ സർക്കിൾ എന്ന് പറയുന്നതാണ് അതിന്റെ കേന്ദ്ര സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ പറയുന്ന അധാർമികതയെ പ്രൊപ്പഗേറ്റ് ചെയ്യുവാനായിട്ട് അതിന്റെ നിയന്ത്രണം അല്ലെങ്കിൽ അതിന്റെ ചരടുവലി നടത്തുന്നത്. അതിന്റെ വെളിയിൽ മറ്റൊരു സർക്കിൾ ഉണ്ട്. അവരിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനെ സമൂഹത്തിലേക്ക് പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ. അതിന്റെ വെളിയിൽ മറ്റൊരു സർക്കിൾ ഉണ്ട്. അത് സെലിബ്രിറ്റീസും മീഡിയയുമാണ്. ആ ഔട്ടർ മീഡിയ അല്ലെങ്കിൽ ഔട്ടർ സർക്കിളിലുള്ള മീഡിയയും സെലിബ്രിറ്റീസിലൂടെയുമാണ് സമൂഹത്തിൽ ഈ പറയുന്ന അധാർമികതയെ അംഗീകരിക്കപ്പെട്ട ഒരു വസ്തുതയാക്കി മാറ്റിക്കൊണ്ട് പ്രചരണം നടത്തുന്നത്. അതായത് ഇതൊരു നോർമൽ സംഭവമാണെന്നല്ലേ അല്ലേ സാർ? ഇതൊരു നോർമൽ സംഭവമാണെന്ന് വരുത്തി തീർക്കുന്നത്, അതായത് ഇതൊരു അല്ലെ, അങ്ങനെയാണ് സെലിബ്രിറ്റികളിലൂടെയാണ് അല്ലേ? സെലിബ്രിറ്റി. അപ്പൊ ഇത് അവതരിപ്പിക്കുന്ന ആളുകളുടെ ക്രെഡിബിലിറ്റി സമൂഹം അംഗീകരിക്കുന്ന വിധത്തിലുള്ളവരെ കൊണ്ട് അത് അവതരിപ്പിച്ചുകൊണ്ട് അതിനെ അംഗീകരിപ്പിച്ചെടുക്കുന്ന ഒരു സമ്പ്രദായമാണ് നമ്മൾ എല്ലാ മേഖലകളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ 18 സംസ്കാരങ്ങൾ അന്യം നിന്ന് പോയത് യുദ്ധങ്ങളോ പകർച്ചവ്യാധികളോ സാമ്പത്തിക ഞെരുക്കങ്ങളോ അധിനിവേശങ്ങളോ ഒന്നുമല്ല, അധാർമികത മൂലമാണ്. പ്രശസ്തമായ 18 സംസ്കാരങ്ങൾ, അത് ബാബിലോൺ സംസ്കാരം അടക്കം, ഗ്രീക്ക് സംസ്കാരം അടക്കം, മോഹൻജദാരോ ഹാരപ്പ അടക്കമുള്ള സംസ്കാരങ്ങൾ അന്യം നിന്ന് പോകാനുള്ള കാരണം അധാർമികതയാണ്. അപ്പൊ ഈ അധാർമികതയ്ക്കെതിരെ നിലകൊള്ളുവാൻ ലോകത്തിലെ സഭയുടെ മനസ്സാക്ഷി വളരെ ശക്തമായിട്ട് നിലകൊള്ളുന്നുണ്ട്. അത് ഒരുപക്ഷെ കാരുണ്യമതമാണെങ്കിലും, ഗർഭചിത്രമാണെങ്കിലും, അല്ലെങ്കിൽ ഭ്രൂണഹത്യയാണെങ്കിലും, ദയാവധമാണെങ്കിലും, സ്വവർഗ വിവാഹങ്ങളാണെങ്കിലും, ഇതിനെയൊക്കെ എതിർക്കുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ എതിർക്കുന്ന ഒരു ശക്തി സഭയാണ്. സഭ ലോകത്തിന്റെ മനസ്സാക്ഷിയായി നിൽക്കുന്നു. ബാക്കിയുള്ള ലോകം, ഈ ലോകത്തിന്റെ സാഹചര്യങ്ങളെല്ലാം ഇത്തരത്തിലുള്ള തിന്മയുടെ കേന്ദ്രങ്ങളെല്ലാം കൂടി സഭയെ അറ്റാക്ക് ചെയ്യും. ആ ഒരു അവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു വസ്തുത നമുക്കറിയണം, നമ്മൾ തിരിച്ചറിയണം. ഈ ലിബറൽ ലൈംഗികത പടർന്ന് രാജ്യങ്ങളെയും വ്യക്തികളെയും കുടുംബങ്ങളെയും അന്യം നിന്ന് കളയുന്ന അല്ലെങ്കിൽ തകർത്ത് കളയുന്ന ഒരു വശത്തിലേക്ക് സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിന് നമ്മൾ കാണാതെ പോയിട്ട് കാര്യമില്ല. അപ്പൊ വ്യക്തികളുടെ അമിത സ്വാതന്ത്ര്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്വവർഗരതിയെ പ്രസ്ഥാനമാക്കി പ്രചരിപ്പിക്കുന്നവരുണ്ട്. നമ്മൾ അതിനെ തീർച്ചയായിട്ടും ബോധവൽക്കരിച്ച നമ്മളുടെ വിദ്യാഭ്യാസത്തിലൂടെ, നമ്മളുടെ മതപഠനത്തിലൂടെ നമ്മൾ അതിനെ എതിർക്കപ്പെടേണ്ടതാണ്. കുടുംബജീവിതം എന്ന സാമൂഹിക അടിത്തറയ്ക്ക് തുരങ്കം വയ്ക്കുന്ന ലൈംഗിക അരാജകത്വം, താങ്കൾ സൂചിപ്പിച്ച ലിബറൽ ലൈംഗികത, അത് പ്രചരിപ്പിക്കുന്നവരെ നമ്മൾ തുറന്നു കാണിക്കേണ്ടതാണ്, എതിർക്കപ്പെടേണ്ടതാണ്. സ്വവർഗരതി എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അത് സ്വയം അംഗീകരിച്ച് അതിൽ മുഴുകണമെന്ന് പ്രചരണത്തെ എതിർത്ത് അതിനെ മനസ്സിലാക്കിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. സഭയുടെ കൂടെ ഉത്തരവാദിത്തമാണ്. വിശ്വാസ ഫോർമേഷൻ നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു ദൗത്യമാണ്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ, അങ്ങനെ വരുമ്പോഴാണ് വരും തലമുറയെയും കുടുംബങ്ങളെയും രാജ്യങ്ങളെയും രക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. വിശ്വാസത്തിന്റെ ചെങ്കോൽ എടുത്തുകൊണ്ട് മാത്രമേ അധാർമികതയെ പരാജയപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സഭയുടെ ലോകത്തിന് മുഴുവൻ മനസാക്ഷിയായി നിൽക്കുന്ന സഭയുടെ സ്റ്റാൻഡിനെയും എതിർക്കുന്ന വലിയ ശക്തികള് പുറമേ നിന്ന് മുമ്പ് പറഞ്ഞതുപോലെ അറ്റാക്ക് ചെയ്യുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെ ആയുധങ്ങൾ അണിയുവാൻ, പടച്ചട്ടി അണിയുവാൻ, വിശ്വാസത്തിന്റെ പരിചയം എടുക്കുവാൻ, വിശ്വാസത്തിന്റെ വാളെടുക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ രാജ്യത്തും ഈ അധാർമികതയെ തുടച്ചു നീക്കിയിട്ട് യഥാർത്ഥമായിട്ടുള്ള സത്യത്തെ തുറന്നു കാണിക്കുന്ന ഈ സത്യാനന്തര യുഗത്തിന്റെ ഈ ഒരു മോഹഭംഗത്തെ മാറ്റിയിട്ട് യഥാർത്ഥ സത്യത്തിലേക്കും യഥാർത്ഥ പ്രകാശത്തിലേക്കും മനുഷ്യനെ നയിക്കുവാൻ നമുക്ക് സാധിക്കുള്ളൂ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. വ്യക്തമാണ്. ഏറ്റവും അവസാനമായി ശ്രീ നിർമ്മൽ എബ്രഹാം, വളരെയധികം ഈ പറയുന്ന സ്വാധീനങ്ങളുടെ രൂപം വളരെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പോസ്റ്റ് മോഡേൺ സാധ്യതകളും ടെക്നോളജികളൊക്കെ ഉപയോഗിച്ച് ഇത്തരം ആശയങ്ങൾ ഇവിടെ ഇൻജക്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പുതുകാലത്ത് സാറ് പറഞ്ഞതുപോലെ സത്യാന്തര കാലത്ത്, പോസ്റ്റ് ട്രൂത്ത് കാലത്ത് എന്ത് ജാഗ്രതയാണ് യുവജനങ്ങൾ എടുക്കേണ്ടത്? എന്ത് കരുതലാണ് അവർ കൈക്കൊള്ളേണ്ടത്?
എനിക്ക് തോന്നുന്നു യുവജനങ്ങളെക്കാൾ കൂടുതൽ പേരൻസ് ഇതിൻ്റെ അകത്തൊരു വലിയ ഹാൻഡ് കളിക്കേണ്ടതായിട്ടുണ്ട്. കാരണം പേരൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചേഞ്ച് പല പേരൻസും അറിയാതെ പോകുന്നതാണ് യുവാക്കൾ ഈ ഒരു പാതയിലോട്ട് പോകാൻ കാരണമെന്ന് ഞാൻ ചിന്തിക്കുന്നു. കാരണം പേരൻസിനെ സംബന്ധിച്ചിടത്തോളം പല പേരൻസുമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത് നാച്ചുറലായ ഒരു മാറ്റമല്ലേ, അത് അവർ അതിലൂടെ കടന്നു പൊക്കോട്ടെ എന്ന് പറയുന്നു. എന്നാൽ ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ പലപ്പോഴും വിവരിക്കുമ്പോഴും അതിന്റെ ഫാക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ കാണിച്ചു കൊടുക്കുമ്പോഴും അവർ പലപ്പോഴും വളരെ ഷോക്ക്ഡ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു സ്ട്രീമിംഗ് സർവീസിൽ ഇത്രയും മോശമായ ഒരു രംഗമല്ല, മോശമായ പദപ്രയോഗങ്ങൾ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഇത് കുട്ടികളെ എഫക്ട് ചെയ്ത് ഞങ്ങൾ ഇപ്പോൾ അറിയുന്നു എന്ന് പറയുന്ന പല പേരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു യുവാക്കളെക്കാൾ ഉപരി പേരൻസ് ഇതിനെക്കുറിച്ച് അറിഞ്ഞു വെച്ച ചെറുപ്പക്കാരായ പേരൻസ് 30-നും 40-നും 45-നും വയസ്സിനിടയിലുള്ള പേരൻസ് ഇതിനെക്കുറിച്ച് അറിഞ്ഞു വെച്ചാൽ അവരെ ഗൈഡ് ചെയ്യാന്നുള്ള ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ് അവരുടെ മുന്നിലുള്ളത്. അപ്പൊ പേരൻസ് ആണ് ഇതിനകത്ത് വലിയ റോളുകൾ. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ മേരി മാഡം പറഞ്ഞ പോലെ അവർ ഹെൽപ്ലെസ് ആണ്. കാരണം കുട്ടികളുടെ മനസ്സ് അല്ലെങ്കിൽ ടീനേജേഴ്സിന്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ വളരെ മാലിബിൾ ആണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന രീതിയിലോട്ട് അവർ പോകും. അപ്പൊ അതിൽ എനിക്ക് തോന്നുന്നത് ആ ചെറുപ്രായത്തിൽ പേരൻസ് ആണ് വലിയൊരു റോള് പ്ലേ ചെയ്യേണ്ടതെന്ന് ഞാൻ കരുതുന്നു. അത് ഇത് കേട്ടോണ്ടിരിക്കുന്ന ഓരോ പേരന്റും അവരുടേതായ ഡിസിഷൻ എടുക്കേണ്ടതാണ് എന്ന് ഞാൻ ശക്തമായിട്ട് വിശ്വസിക്കുകയും ചെയ്യുന്നു. തീർച്ചയായും. ഏറ്റവും ഒടുവിൽ അങ്ങനെയെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ പോലും അത് അഭിപ്രായ സ്വാതന്ത്ര്യം വിലങ്ങുതടിയാണെന്നുള്ള ഒരു പൊതുസമൂഹ ചർച്ചയായിരിക്കും രൂപപ്പെടുക. അതിനെ എങ്ങനെയാണ് മാതാപിതാക്കൾ അതിജീവിക്കുക? അല്ല ഇതിൻ്റെ അകത്ത് ഇപ്പൊ ഈ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ പോലും നമ്മൾ ഓരോന്നും ഇപ്പൊ സൊസൈറ്റിയുടെ ഏറ്റവും വലിയ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആണ്. ഇപ്പൊ ഞാനൊരു ഇൻഡിവിജ്വൽ ആണ്, എനിക്ക് എന്റെ അവകാശങ്ങളുണ്ട്. അതുപോലെ ഫാമിലി എന്ന കോൺസെപ്റ്റ്, ഫാമിലി എന്ന യൂണിറ്റിനും അവരുടെ അവകാശങ്ങളുണ്ട്. ഒരച്ഛനും അമ്മയും മകനെ ഇങ്ങനെ വളർത്തുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ 10 വയസ്സുള്ള കുട്ടിയോട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു അഡ്വൈസ് ചെയ്യുന്നത് ഒരിക്കലും വ്യക്തി സ്വാതന്ത്ര്യത്തിലുള്ള ഇടപെടലല്ല എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ ഒരു കാര്യം. കാരണം ചെറിയ കുട്ടികൾ ഇപ്പം ഒരു ജെൻഡർ ഐഡിയോളജി തന്നെ ഫോർ എക്സാമ്പിൾ ഞാൻ പറയും. ജെൻഡർ ഐഡിയോളജിയിൽ ഇപ്പൊ പുതിയതായിട്ട് വന്നിരിക്കുന്ന റാഡിക്കൽ ആയിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ 3-ാം വയസ്സിൽ ഒരു കുട്ടി അവന്റെ ജെൻഡർ ഏതാണെന്ന് തീരുമാനിക്കാൻ അനുവാദം പേരൻസ് കൊടുക്കണം എന്ന് പറയുന്നു. 3-ാം വയസ്സിൽ എന്റെ സിസ്റ്ററിന് ഒരു കുട്ടിയുണ്ട്, 3 വയസ്സുണ്ട്, അവൻ സ്പൈഡർമാൻ ആണെന്നാണ് അവൻ പറയുന്നത്. എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചുമരിന്ന് മേളിലോട്ട് എടുത്ത് എറിയാൻ എനിക്ക് സാധിക്കില്ല. കാരണം കുട്ടികൾ വളരെ സജസ്റ്റീവ് ആണ്. നീ ആനയാണെന്ന് പറഞ്ഞാൽ ഞാൻ ആനയാണെന്ന് അവർ തിരിച്ചു പറയും. അങ്ങനെയുള്ള കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ തീർത്തും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമായി കാണണം എന്നൊക്കെ പറയുന്നത് വളരെ എന്താ പറയുന്നത് ലോജിക്കലായിട്ടൊരു കാര്യമല്ല. അത് വളർന്നു വരുമ്പോൾ തെറ്റുകൾ കുട്ടികൾ തീർച്ചയായിട്ടും ചെയ്യും. പേരൻസിന്റെ ഗൈഡൻസ് ആണ് അവിടെ ആവശ്യം. പേരൻസ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് സ്ട്രീമിംഗ് സർവീസും സോഷ്യൽ മീഡിയയും എന്താണ് കാണിക്കുന്നത്, ഇത്തരത്തിലുള്ള ബയസ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് പേരൻസിന്റെ മുന്നിൽ എത്തേണ്ട ഇൻഫർമേഷൻ ആണ്. അവരറിഞ്ഞാൽ അവരത് പ്രോപ്പർ രീതിയിൽ ഗൈഡ് ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നന്ദി, താങ്ക് യു. ഡോക്ടർ മേരി റെജീന, ഇവിടെ ഈ ചർച്ചയിൽ നമ്മൾ ടെലിവിഷനെ കുറിച്ചും മാധ്യമങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞ സമയത്ത് ചില റിയാലിറ്റി ഷോകൾ കൂടി വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്നാണ് ഇപ്പോൾ നമ്മൾ കരുതുന്നത്. കാരണം കൊച്ചു കുട്ടികളെ പോലും അവരുടെ പ്രായത്തിന് ഒരിക്കലും യോജിക്കാത്ത രീതിയിലുള്ള ചിന്തകൾ ഇങ്ങനെ ഇൻജക്റ്റ് ചെയ്യപ്പെടുന്ന പല റിയാലിറ്റി ഷോകളും നമ്മുടെ ടെലിവിഷൻ മാധ്യമങ്ങളിലുണ്ട്. പലപ്പോഴും നമ്മുടെ കൊച്ചു കുട്ടികളൊക്കെ അവിടുത്തെ താരങ്ങൾ പറയുന്ന ചില സംഭാഷണം അനുകരിക്കുകയും ആ നിലയ്ക്ക് കാര്യങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നതായിട്ട് കാണാറുമുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ വസ്ത്രദാനം, സംസാര ശൈലി, അവരുടെ ഒരു കാര്യങ്ങളൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു കാര്യവും നമ്മൾ കാണുന്നുണ്ട്. ഈ അനുകരണമാണോ ഈ ഒരു കാലത്ത് നമ്മൾ ഭയപ്പെടേണ്ട, അല്ലെങ്കിൽ വളരെ കരുതലോടെ ജാഗ്രതയോടെ കാണേണ്ട ഒരു കാര്യം? പ്രത്യേകിച്ച് അങ്ങ് ഒരു അമ്മ എന്ന നിലയിൽ കുട്ടികളെ പരിചരിക്കുമ്പോൾ ഇത്തരം ഇമിറ്റേഷനുകളിൽ ഒരു ജാഗ്രത പുലർത്തേണ്ടതല്ലേ? ഇവിടെ ഇമിറ്റേഷൻ മാത്രമല്ല മിസ്റ്റർ നിന്ദ, ഈ കുട്ടികളെ ഇങ്ങനെ പണ്ട് ഞങ്ങൾ ചെയ്യിക്കും, മോനെ ബാബാ ബ്ലാക്ക് ഷിപ്പ് പാടൂ, മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ നമ്മുടെ കുട്ടികളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയും എൻ്റെ കുട്ടിക്ക് ഇത് അറിയാമെന്ന് പറയാൻ വേണ്ടി അന്ന് കാക്കയെ കൂടെ ഇവിടെ പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് വലിയ വലിയ പ്ലാറ്റ്ഫോംസ് അല്ലേ അവർക്ക് കിട്ടുന്നത് ആ പബ്ലിസിറ്റിക്ക് വേണ്ടി. അതൊരു മാനസികാവസ്ഥയാണ്. ഇവിടെ ഇപ്പൊ ഞങ്ങൾ 3 ആളും പറഞ്ഞു നിർത്തിയത് ഒരു പോയിന്റിലാണ്. ഈ കുട്ടികളെ കയ്യിലെടുക്കാനാണ് ഭരണകൂടങ്ങളും ഈ മീഡിയ ഹൗസുകളും രാജ്യം പോലും ശ്രമിക്കുന്നത്. പേരൻസിൻ്റെ കയ്യിൽ നിന്ന് എഡ്യൂക്കേഷൻ ഇൻ ഓൾ ആസ്പെക്ട്സ്. ഞാൻ സ്കൂളിലെ പരീക്ഷ എഴുതുന്ന വിദ്യാഭ്യാസം അല്ല പറയുന്നത്, എല്ലാ തരത്തിലുള്ള അവരുടെ എഡ്യൂക്കേഷനും ഇവരെല്ലാവരും കൂടെ കൈയടക്കുകയും അവർക്ക് എന്തെങ്കിലും ഒരു അത് പറഞ്ഞ് പഠിപ്പിക്കുകയും ചൈൽഡ് ലൈനിലെ നമ്പറാണ് കുട്ടികൾക്കെല്ലാം കാണാതെ അറിയുന്നതെന്ന് ഓർക്കുക. അങ്ങനെ വരെ പറഞ്ഞു പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് എൻ്റെ കുഞ്ഞ് വളരേണ്ടത് എന്ന് കുഞ്ഞു ഉദരത്തിൽ ഉരുവാകുന്ന ദിവസം മുതൽ തീരുമാനിക്കേണ്ടത് ഈ പറയുന്ന അപ്പനും അമ്മയും കൂടിയാണ്.
അവിടെയാണ് ഫാമിലി എന്ന് പറയുന്നത്. സിംഗിൾ പാരൻറ്ഹുഡ് അല്ല, അഡോപ്റ്റഡ്. ഞാൻ അഡോപ്ഷന് എതിരായിട്ടല്ല ഞാൻ പറയുന്നത്, പക്ഷേ പബ്ലിസിറ്റിക്ക് വേണ്ടി അഡോപ്റ്റ് ചെയ്യുന്നവരും ഉണ്ടാകുന്ന കാലത്ത് നിന്നുകൊണ്ട് പറയുന്നു. ഒരു കുടുംബം എന്ന് പറയുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സിംഗിൾ പാരൻറ്ഹുഡ് ആകുമ്പോൾ വിധവകളുണ്ട്, വിഭാര്യരുണ്ട്, നമുക്ക് അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഫാമിലീസ് ഉണ്ട്. അതല്ല, അവരെ ഒന്നും സ്പർശിച്ചിട്ടല്ല പറയുന്നത്. ഇത് മനഃപൂർവ്വമായി ചൂസ് ചെയ്യുന്നവരുണ്ട്. സിംഗിൾ പാരൻറ്ഹുഡ് ചൂസ് ചെയ്യുന്നവർ, ഒരു കുഞ്ഞിനെ അഡോപ്ഷൻ, വിവാഹം കഴിക്കാതെ ചൂസ് ചെയ്യുന്നവർ, സത്യത്തിൽ ആ കുഞ്ഞിൻ്റെ ഒരു ഹോൾസം വളർച്ചയ്ക്ക് വേണ്ടത് നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അപ്പനും അമ്മയും കൂടി വളർത്തുന്ന ഒരു കുഞ്ഞിനെ നമുക്ക് കഴിയാവുന്നിടത്തോളം അവന് കൊടുക്കാവുന്നതെല്ലാം കൊടുത്ത്, ശിക്ഷയും ശിക്ഷണങ്ങളും ഒക്കെ കൊടുത്ത്, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഒക്കെ തന്നെ വളർത്തണം എന്നുള്ളതാണ്. ഈ റിയാലിറ്റി ഷോ ഒക്കെ നല്ലതാ. അത് എൻ്റെ കുഞ്ഞിന് പെർഫോം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് അസൂയ ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നതല്ല. പക്ഷെ അവിടെ കാണിക്കുന്ന കാര്യങ്ങൾ, ഞാൻ കഴിഞ്ഞ ദിവസവും വളരെ പ്രസിദ്ധമായ കേരളത്തിലെ റിയാലിറ്റി ഷോയിൽ ഒരു കൊച്ചിനെ കൊണ്ട് ഒരു സ്കിറ്റിൻ്റെ റോൾ ആ കുട്ടിക്ക് അതിൻ്റെ അർത്ഥം എന്തെങ്കിലും അറിയോ? ആ കുട്ടി വലുതാവുമ്പോൾ കാണുമ്പോൾ എന്താ വിചാരിച്ചു? ഞാൻ ചോദിക്കുക, 3, 4, 5 വയസ്സുള്ള കുട്ടികളെ കൊണ്ട് പറയിക്കുന്ന ഡയലോഗുകൾ ഇതൊക്കെ ശരിയാണോ? എൻ്റെ കുഞ്ഞ് അങ്ങനെയാണോ പ്രസിദ്ധനാവേണ്ടത്? അത് എൻ്റെ കുഞ്ഞ് വെറുതെ പാട്ടുപാടി യൂട്യൂബിലിട്ടാലും ലോകം മുഴുവൻ കാണുന്നുണ്ട് നല്ല കുട്ടികളുടെ. എനിക്കറിയില്ല, കഴിവുള്ള കുട്ടികൾ, നമ്മൾ അങ്ങനത്തെ ഒരു പാരൻ്റ് അല്ല ഞാൻ. ആവറേജ് കഴിവുള്ള മക്കളുള്ള ഒരമ്മയാണ് ഞാൻ. പക്ഷെ എക്സ്ട്രോർഡിനറി കഴിവുകളുള്ളവർക്ക് അതായത് പ്രദർശിപ്പിക്കുകയും അത് വളർത്തുകയും ഒക്കെ വേണം. പക്ഷേ ദയവായിട്ട് പേരൻസ് ഈ സെലിബ്രിറ്റികളാവണം, പക്ഷെ ഏത് രീതിയിലൂടെയാണ് സെലിബ്രിറ്റി ആവേണ്ടത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കുടുംബങ്ങളെ സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. കുടുംബങ്ങളില്ലെങ്കിൽ, ശക്തമായ അടിത്തറ കുടുംബങ്ങളില്ലെങ്കിൽ നാളെ ഈ മാനവിക മനുഷ്യനുണ്ടാവോ? അവിടെയാണ് കാളാമ്പറമ്പിൽ സാറ് പറഞ്ഞത്, എല്ലാ സംസ്കാരങ്ങളും നശിക്കുന്ന അങ്ങനെ കുടുംബം നശിക്കുന്നതോട് കൂടിയിട്ടാണ്. ആ കുടുംബത്തെ നശിപ്പിക്കാനുള്ള എല്ലാ പ്രവണതകളും ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്ന് കൂടി ഉണ്ടാവുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയ ആ ഒരു അഡ്വർടൈസ്മെന്റിന്റെ കാതൽ. ജാഗ്രത, നമുക്ക് ജാഗ്രതയോടുകൂടി ഇരിക്കുവാനും ഓരോ കുടുംബവും സഭയും ഇതിനോട് നല്ല രീതിയിൽ പ്രതികരിക്കുവാനും സംഘടനകൾ ഒറ്റക്കെട്ടായി യുവജനങ്ങൾക്കൊപ്പം നിന്ന് അവരെ പ്രബോധനങ്ങൾ നൽകി കൂടെ കൊണ്ട് നടക്കാനും ഒക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നമുക്ക് ശ്രമിച്ചുകൊണ്ടേയിരിക്കാം. വിൽ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. തീർച്ചയായും. ഡോക്ടർ ചാക്കോ കളാമ്പിൽ, ഏറ്റവും അവസാനം, ഇത്തരം പുതുകാലത്തിന്റെ പുതിയ വെല്ലുവിളികൾ നേരിടാൻ സഭാ സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ മതബോധന പരിശീലനം, വേദപാഠ പുസ്തകങ്ങൾ, നമ്മുടെ ഇത്തരം സാധ്യതകളൊക്കെ കുറച്ചുകൂടി ജാഗ്രതയോടെ ഇത്തരം വെല്ലുവിളികളെ നേരിടാൻ സജ്ജമാകേണ്ടതില്ലേ? അല്ലെങ്കിൽ ഒരു തലമുറയെ തന്നെ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നാട്ടിലില്ലേ? തീർച്ചയായിട്ടും ഒരു തലമുറയല്ല, വരും തലമുറകൾ തന്നെ അന്യം നിന്ന് പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ലോകം ഒരു വെർച്വൽ വാറിലൂടെ, തേർഡ് വേൾഡ് വാറിലൂടെ കടന്നു പോവുകയാണ്. ഒരു 3ാം ലോക മഹായുദ്ധം ഇവിടെ നടക്കുന്നത്. അത് വെർച്വൽ ആണെന്ന് മാത്രം. അത് നന്മയും തിന്മയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ്. അത് നന്മ ഒരു സൈഡിലും ലോകത്തിലെ തിന്മയെല്ലാം കൂടെ മറു സൈഡിലും ചേർന്നിട്ടുള്ള ഒരു വെർച്വൽ വാർ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ആ വാറിൽ അന്തിമമായ വിജയം സത്യത്തിന്റെയും നീതിയുടേതുമായിരിക്കും. സ്വാഭാവികമായിട്ടും നമ്മുടെ സഭാ സംവിധാനങ്ങള് എന്തെല്ലാം കുറവുകളും പോരായ്മകളും അപൂർണതകളും ഉണ്ടെന്ന് പറഞ്ഞാലും അതിൽ വരുന്ന 99% നന്മ കാണാതെ 1% തിന്മയെ മാത്രം പ്രൊജക്ട് ചെയ്തുകൊണ്ട് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് ഈ തിന്മയുടെ ശക്തികൾ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അത് ശ്രദ്ധിക്കാതെ നമ്മളുടെ കുടുംബങ്ങളിലൂടെ മാതാപിതാക്കളാണ് കുട്ടികളുടെ ബൈബിൾ എന്ന് പറയുന്നത്. കുട്ടികളുടെ ബൈബിൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മാതാപിതാക്കളാണ്. അങ്ങനെ മാതാപിതാക്കളിലൂടെ മക്കളിലേക്ക് വിശ്വാസം പകർന്നു കൊടുക്കുവാനും ഈ ലോകത്തിന്റെ മുമ്പിൽ അവർ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ എന്താണെന്ന് കാണിച്ചു കൊടുക്കുവാനും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിലവിലുണ്ടായിരുന്ന മോറൽ ക്ലാസ്സുകളെയും അതുപോലെ കാറ്റഗിസം ക്ലാസ്സുകളെയും ഒക്കെ കൂടുതൽ ഉടച്ചു വാർത്തുകൊണ്ട് നന്നായി കൊണ്ടുപോകാനും അതോടൊപ്പം തന്നെ നമ്മുടെ പള്ളികളിലൊക്കെ അഡൽട്ട് കാറ്റഗിസത്തിലൂടെ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള പ്രബോധനങ്ങൾ നൽകുവാനും ഒക്കെ തയ്യാറാകുക. അതിന് സെമിനാറുകളിലടക്കം ആവശ്യമായ ചേഞ്ചുകൾ വരുത്തി പഠനത്തിന്റെ മാതൃകകൾ അരിസ്റ്റോട്ടിലിന്റെയും പ്ലേറ്റോയുടെയും കാലഘട്ടങ്ങളെ മാത്രം ഉൾക്കൊള്ളുന്നതാകാതെ അതോട് ഈ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് രൂപപ്പെടുത്തി പരുവപ്പെടുത്തി നമ്മളൊരു യുദ്ധത്തിന് തയ്യാറായി കഴിഞ്ഞാൽ അന്തിമമായ വിജയം തീർച്ചയായിട്ടും ഈ സത്യത്തിന്റെയും നീതിയുടെയും ആയിരിക്കും എന്നുള്ളത് എനിക്ക് സംശയമില്ല. അതിനുവേണ്ടി നമുക്ക് ഒന്നടങ്കം മുന്നേറാമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും. വെടിക്കോപ്പുകൾ കൊണ്ടും ടാങ്കറുകൾ കൊണ്ടും മിഷൻ ഗണ്ണുകൾ കൊണ്ടും തീർക്കുന്ന യുദ്ധമല്ല
പുതുകാല യുദ്ധം. അത് ആശയങ്ങളുടെ യുദ്ധമാണ്. മാധ്യമങ്ങളുടെയും രാഷ്ട്രത്തലവന്മാരെയും കുത്തകകളുടെയും കോർപ്പറേറ്റുകളെയും എല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് ആശയങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന, അതുകൊണ്ട് ആ ഒരു സാധ്യതകളിലൂടെ കച്ചവട ലാഭം നേടുന്ന, അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ മൂല്യബോധങ്ങളെ ഇല്ലാണ്ടാക്കുന്ന, വിശ്വാസ സത്യങ്ങളെ തുടച്ചു നീക്കുന്ന ഈ അപകടകരമായ യുദ്ധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു യുദ്ധമുണ്ടോ എന്ന് പോലും നമുക്ക് സംശയമുണ്ടാകാം. എന്നാൽ നമ്മുടെ പല പടയാളികളും ഇതിനോടകം തന്നെ ഈ യുദ്ധത്തിൽ വീണ് മരിച്ചിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് മറക്കാതിരിക്കാം. ഇത് കേൾക്കുന്ന മാതാപിതാക്കൾ, ഇത് കേൾക്കുന്ന യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ, കുട്ടികളൊക്കെ ഈ യുദ്ധം നമ്മുടെ മുമ്പിൽ നടക്കുമ്പോൾ ജാഗ്രതയോടെ ഈ യുദ്ധത്തിനെതിരെ വിശ്വാസത്തെ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോകേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഈ ചർച്ചയിൽ ഏറെ സജീവമായി പങ്കെടുത്ത ഡോക്ടർ ചാക്കോ കളാമറമ്പിൽ, ഡോക്ടർ മേരി റെജീന, ശ്രീ നിർമ്മൽ എബ്രാഹിം, 3 പേർക്കും നന്ദി.